യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നസ്രയന്റെ വഴികൾ എന്ന ആത്മീയ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മുടെ ജീവിതത്തിലെല്ലാം വളരെ അനുഗ്രഹമായി എന്ന് കേൾക്കുന്നതിൽ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി കർത്താവിന്റെ പ്രിയദാസി സിസ്റ്റർ കുൽസു കെ എം ആണ് നമ്മുടെ കൂടെയുള്ളത്. തൻ്റെ ജീവിതാനുഭവം നമ്മൾ എല്ലാവരും കേട്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. താൻ ഇത്രത്തോളം കർത്താവിനെ അനുഗമിക്കുവാനും കർത്താവിന്റെ സ്നേഹം രുചിച്ചറിയുവാനും ഒക്കെ കർത്താവ് ഇടയാക്കിയല്ലോ. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസിയോട് തന്റെ ജീവിത പശ്ചാത്തലവും തന്റെ സാക്ഷ്യവും നമുക്ക് കേൾക്കാം. അതിനായി കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ആന്റി. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ഈ വലിയേറിയ നസ്രത്ത് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച ബ്രദറിനും കുടുംബത്തിനും എല്ലാവർക്കും കർത്താവിൻ്റെ വേണ്ടി നന്ദി അർപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ സമർപ്പിക്കുന്നു. കർത്താവ് വൻകരങ്ങളിലാണ് ഞങ്ങളെ കാത്ത് സൂക്ഷിക്കുന്നതിനായിട്ട് നന്ദി. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ജീവിത പശ്ചാത്തലമൊക്കെ ഒന്ന് പറയാമോ ആന്റി? ഓ, പറയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താലെ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്താൽ എൻ്റെ സാക്ഷ്യം ഞാൻ പറയുവാൻ വേണ്ടി ഒരുങ്ങി ഇരിക്കുവാണ്. ഞാനൊരു വലിയൊരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന് ഞങ്ങൾ 9 പേരാണ് മക്കളെ. ഇതിൽ ഏറ്റവും ഇളയതാണ്, 9ാമത്തെ മകളാണ്. ഞാൻ ജനിച്ചു വളർന്നെല്ലാം കർണാടകയിൽ തന്നെ. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഒരുപാട് വർഷത്തുനിന്ന് കർണാടകയിൽ തന്നെ ഉള്ളത്. അവിടെ തന്നെ ഞാൻ ജനിച്ചു വളർന്നത്. ഇപ്പം മാതാപിതാക്കളില്ല, മരണപ്പെട്ടു. എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു 17 വർഷമായി. ഒരു മകൻ മാത്രമേ ഉള്ളൂ എനിക്ക്. അവൻ 3.5 വയസ്സുണ്ടാകുമ്പോൾ മരിച്ചത്. പിന്നെ അവനെ വളർത്തിയെടുത്തു. ഇപ്പം അവന് 21 വയസ്സ് കഴിഞ്ഞു. കർത്താവിനെ ഞാൻ കണ്ടുമുട്ടിയതും കർത്താവ് എന്നെ ഞാൻ കർത്താവിനെ അറിഞ്ഞതല്ല, കർത്താവ് എന്നെ തൊട്ടതാണ്. കർത്താവ് എന്നെ തേടി വന്ന് എന്നെ തൊട്ടതാണ് എൻ്റെ കർത്താവ്. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ സഹോദരികൾ എന്നെ പഠിക്കാൻ പോകുന്ന സമയത്ത്, വേദവാദം മദ്രസയിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് എന്നെയും കൂട്ടിക്കൊണ്ട് പോക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് 6 വയസ്സ് ആയപ്പോൾ എന്നെ അവിടുത്തെ 1ാം ക്ലാസ്സിൽ ചേർത്ത്. ചെറുപ്പം മുതലേ ഒരു 3.5 വയസ്സിൽ തന്നെ എന്നെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം കണ്ടും കേട്ടും എനിക്ക് നല്ലൊരു ആ പള്ളിയിൽ നല്ലൊരു തയക്കമായി. അങ്ങനെ എന്നെ 6 വയസ്സിൽ അവിടെ ചേർത്തു. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ ചേർത്തു. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ എന്താന്ന് പറഞ്ഞാൽ പല പല നബിമാരെ പറ്റി അവർ പഠിപ്പിക്കുന്നുണ്ടായി. അതിൽ ഒരു കൂട്ടത്തിൽ ഈസാ നബിനെ പറ്റി പറയാൻ ഇടയായി. ആ ഈസാ നബിനെ പറയുന്ന സമയത്ത് അവിടുന്ന് ആ പഠിപ്പിക്കുന്ന ആ ഉസ്താദ് പറഞ്ഞു, ലോകാവസാനത്തിൻ്റെ അന്ന് ഇറങ്ങി വരും, പിശാചിനെ കൊല്ലുവാൻ കന്യാമറിയത്തിന് ജനിച്ച മകനാണ്. അത് അറബിയിൽ പറയുമ്പോൾ വേറെ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ ലോകത്ത് അപ്പനില്ലാത്തൊരു മകനുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ ഒരു മകനാണ്, അള്ളാഹുവിൻ്റെ മകനാണ്. ആ മകനക്ക് മാത്രമേ ഈസാ നബി എന്ന പേരുള്ളത്. ആ മകനാണ് ലോകാവസാനത്തിൻ്റെ അന്ന് പിശാചിനെ കൊല്ലുവാൻ വരിക, വേറെ ആരും വരികയില്ല, ആർക്കും വരാൻ സാധ്യയില്ല എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ മനസ്സിൽ അത് പതിഞ്ഞ് അവിടെ കിടന്നു. ഞാൻ പല പ്രാവശ്യം അത് ഞാൻ പിന്നെ വളർന്നു വരുന്നോളം എനിക്ക് ഈ വാക്ക് എൻ്റെ ചുവട്ടിലവിടെ പതിഞ്ഞ് കിടന്നു. ലോകാവസാനത്തിൻ്റെ അന്ന് ഇറങ്ങി വരുന്ന ഒരു നബിയാണ് ഈസാ നബി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, മറ്റുള്ള നബികളെല്ലാം ആരെയും പറയുന്നില്ല, ആരും വരുന്നില്ല. അപ്പോൾ ഈ ഈസാ നബി മാത്രമല്ലേ വരുന്നത്. അപ്പോൾ ആ ഈസാ നബിയാണ് സത്യത്തിൻ്റെ ദൈവം എന്നില്ല എൻ്റെ മനസ്സിൽ എനിക്ക് എപ്പോൾ അതൊരു കുത്തൽ തുടങ്ങി. അങ്ങനെ ഞാൻ മുതിർന്ന് വരുന്നോളം എൻ്റെ അയൽവാസികൾ ഒരു കത്തോലിക്കക്കാരായിരുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നതും യേശുവിനെ പറ്റിയിട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഈസാ നബി പറയുന്നതും യേശു പറയുന്നത് രണ്ടും ഒന്നാണോ എന്ന് അവരോട് ഇങ്ങനെ ചോദിച്ചു. പറഞ്ഞ് അവർ അങ്ങനെ ഖുർആനിൽ അങ്ങനെ പറയുന്നതാണ്, യേശുവാണ് കർത്താവായ യേശു ക്രിസ്തുവാണ് ജീവനുള്ള ദൈവം, ലോകാവസാനത്തിൻ്റെ അന്ന് ഇറങ്ങി വരുമെന്ന് പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമായി എൻ്റെ കർത്താവാണ് ഈ ലോകത്തെ ദൈവം.
പടച്ചോനും അല്ല മുഹമ്മദും അല്ല ആരുമല്ല എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ എന്നെ തീർമാനിച്ചു. എൻ്റെ ദൈവം അതിനെ എനിക്ക് ആ ആ ദൈവത്തിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനില്ല എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനെ ഞാനും ദൈവമായിട്ട് സംസാരിക്കാൻ. എനിക്ക് ബൈബിൾ എന്താണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ഒരു 4-5 വാചകം അറിയും. ഹല്ലേലൂയാന്ന് ഞാൻ പറയും. പിന്നെ കത്തോലിക്കക്കാർ പറയുന്നത് കേട്ടു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താൽ ആമീൻ എന്ന് പറയും. ഇതും ഞാൻ പറയും, കുരിശും വരക്കും. അങ്ങനെ 10ാമത്തെ വയസ്സിൽ ഞാൻ എപ്പോഴും വീട്ടിൽ വന്നാലും ഞാൻ എൻ്റെ ആചാരങ്ങൾ ഞാൻ ചെയ്യലില്ല, അതിലേക്ക് ഞാൻ ഇറങ്ങലില്ല, ഒന്നും ഞാൻ ചെയ്യലില്ല. എനിക്ക് നല്ല അടിയുള്ളൂ വീട്ടിൽ നിന്ന്. നോമ്പ് നോക്കുന്നില്ല, നിസ്കരിക്കുന്നില്ല, ഖുർആൻ വായിക്കുന്നില്ല, ഒന്നും പറഞ്ഞ് നല്ല അടിയുള്ളൂ. അത് പറയുന്നോളം ഞാൻ അതിൽ നിന്ന് അകന്ന് വരാൻ തൊട്ടി. എൻ്റെ കർത്താവിനെ ഞാൻ ഹൃദയം കൊണ്ട് ആരാധിക്കുവാനും സ്തുതിക്കുവാനും എല്ലാത്തിനും തൊട്ടി. എവിടെ പോകുമ്പോൾ ഞാൻ കുരിശു വരക്കും, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമി പറയും. ഞാൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നായി പറയുന്നത്. അങ്ങനെ എൻ്റെ കർത്താവും ഞാനുമായിട്ട് അങ്ങ് കൂടുതൽ കർത്താവിനോട് അടുക്കാൻ തുടങ്ങി. എനിക്ക് പല സമയത്തും ഞാൻ വിളിക്കുന്ന സമയത്തെല്ലാം എനിക്ക് വിളി കേൾക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ അടുപ്പം എന്ന് പറഞ്ഞാൽ നല്ലൊരു എൻ്റെ ഒരു കൂട്ടാളിയായിട്ട്, എൻ്റെ ആ ചെറുപ്പത്തിലൊരു കൂട്ടാളിയായിട്ടായി എനിക്ക്. അങ്ങനെ ഞാൻ 10ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ അടുത്ത വീട്ടിലെ കത്തോലിക്കക്കാരോട് ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് പള്ളിയിൽ കൊണ്ടുപോകുമോ, നിങ്ങളൊന്ന് കൊണ്ടുപോകണം എന്നെ എന്ന് മറ്റവരോട് ഞാൻ വളരെ താഴ്മയോട് പറയാൻ തുടങ്ങി. എന്നെ കാണിച്ച് തന്നാൽ മതി, പിന്നെ നിങ്ങളൊന്നും കാണിച്ചാൽ ആ വഴി എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെ പോകണം, എവിടെയാണ് പോകേണ്ടതെന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ പോയി. ഒരു ദിവസം ഞായറാഴ്ച ദിവസം ഇവരെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു തന്ന് അവിടുത്തെ കുർബാനക്കെല്ലാം ഇരുന്നു, എല്ലാം ചെയ്തു. അവർ പറയുന്നതെല്ലാം ബൈബിൾ വായിക്കുന്നതെല്ലാം കേട്ടു. അതിലും പറയുന്നുണ്ട് കർത്താവിനെ പറ്റിയിട്ടും അബ്രഹാനെ, യഹൂബിനെ, ഇസഹാക്കിനെ, ദാവീദിനെ പറ്റി എല്ലാം പറയുന്നുണ്ട്. അതിൽ പറയുന്നു. പക്ഷെ ഇതിലുമായിട്ട് വ്യത്യാസം കാണുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഏറ്റവും സത്യം ഏതാണെന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ തന്നെ എനിക്ക് വരാൻ തുടങ്ങി. സത്യത്തിൻ്റെ വഴി ഏതാണ്, ജീവൻ്റെ വഴി ഏതാണ് എന്നുള്ളത്, നിത്യതയിലേക്ക് എത്താൻ ഏതാണ് വഴി എന്നല്ല ഞാൻ എന്നെ സ്വന്തമായിട്ട് അതിങ്ങനെ എൻ്റെ ഹൃദയത്തിൽ പറയാൻ എനിക്ക് തോന്നും. എൻ്റെ ഹൃദയത്തിൽ നിന്ന് അത് പൊട്ടിമുളക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അപ്പം സ്കൂൾ വിട്ട് വരുമ്പോൾ തുന്നപ്പണിക്ക് പോകുന്നുണ്ടായി. ഈ തുന്നപ്പണീൻ്റെ പേരും പറഞ്ഞിട്ട് ഞായറാഴ്ച ദിവസം ഞാൻ പള്ളിയിൽ പോകും. അങ്ങനെ പോയി ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാനൊരു 10 വയസ്സായി. അപ്പോക്കും 10ാമത്തെ വയസ്സിൽ ഞാൻ കളിക്കാൻ പോയെടുത്തുനിന്ന് വരുമ്പോൾ നേരമായപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഒരുപാട് അടിച്ചെന്നെ, ഭയങ്കര അടിക്കും, എന്നെ നല്ലോണം അടിക്കും. അടിച്ചപ്പോൾ ഞാൻ ഇവർ പറഞ്ഞത് കേട്ടതാണ്, പക്ഷേ അടിച്ച് ഞാൻ നിലത്ത് വീണെന്നറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവർ പറയുന്നത് നീ ഉയർന്ന് പൊന്തിപ്പോയി, നിൻ്റെ മേത്ത് പിശാശി ഉണ്ടെന്ന് മറ്റേ ഒരുപാട് അടിച്ചെന്നെ. എന്നിട്ട് ഇവർ ചരട് കൊണ്ടുവരും, കെട്ടിക്കൊല്ലും. ഞാൻ പറയാം എനിക്കൊന്നുമില്ല. ഇവരടിച്ച് എന്നെ ഭയങ്കരമായിട്ട് അടിച്ചതിൽ മേത്തെല്ലാം വര വീണ് നല്ലോണം അടിച്ച് മേത്തെല്ലാം ഇങ്ങനെ പൊള്ളിച്ച പോലെ ആയിപ്പോയി. അന്ന് ആ സമയത്ത് എൻ്റെ കർത്താവ്, ഞാൻ കരയുന്ന സമയത്ത് എൻ്റെ കർത്താവിനെ ഞാൻ കാണുക. എൻ്റെ കർത്താവിൻ്റെ ആ കര എൻ്റെ തലയിലുണ്ട്. വെള്ള ഉടുപ്പിട്ട് എൻ്റെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കുന്ന ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. എനിക്ക് മുഖം തെളിഞ്ഞ് കാണുന്നില്ല, ഒരു പ്രകാശം മാത്രമേ അവിടെ കാണുന്നു, ഒരു സൂര്യൻ്റെ ഒരു പ്രകാശം പോലെ കാണുന്നുണ്ട്. എന്നോട് പറയുന്നു, മകളെ നീ വിഷമിക്കണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ. എന്നെ ചേർത്ത് പിടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഇവർ വെള്ളം എടുത്ത് മുഖത്ത് ഒഴിച്ചപ്പോൾ ഞാൻ കണ്ണ് അങ്ങനെ തുറന്നുപോയി. എന്തോ ഒരു പെട്ടെന്ന് നെട്ടിപ്പോയി ഞാൻ അവിടുന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നു കണ്ടു എന്നൊക്കെ പറഞ്ഞു. അത് പിശാശിയാണ് നിൻ്റെ മുമ്പിൽ വന്നത്, നീ പിശാശിൻ്റെ കൂട്ടത്തിൽ പെട്ടതെന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നെ അടിച്ചു. ഇവർ ചരട് കൊണ്ടിരുന്ന് മറ്റ് പലതും ഇവർ എന്തെല്ലോ ചെയ്യുന്നുണ്ട്. ഞാനൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ചരട് കൊണ്ടുവന്നാൽ അപ്പം പൊട്ടിച്ച് ചാടും ഞാൻ. അങ്ങനെ ഇരിക്കെ കുറഞ്ഞ വാക്കിൽ ഞാൻ ചുരുക്കട്ടെ, എൻ്റെ ദൈവത്തിനെ കാണുവാനും ദൈവത്തിൻ്റെ ആ സ്നേഹം രുചിച്ചറിയുവാനും എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുവാനും എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവത്തിനെ കൊണ്ടു നടക്കാനായി. എൻ്റെ ഉള്ളിൽ ജീവൻ്റെ ഈ തുടിപ്പ് എൻ്റെ ദൈവത്തിൻ്റെ തുടിപ്പാണ്, ദൈവത്തിൻ്റെ ജീവൻ്റെ തുടിപ്പാണ്. എൻ്റെ കർത്താവ് 3-ാം നാൾ ഉയർന്നെണീച്ച് കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ജീവനോട് വന്ന ദൈവത്തിൻ്റെ ജീവൻ്റെ തുടിപ്പാണെന്നില്ലെന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ കൊണ്ടു നടക്കാനായി. അങ്ങേറ്റ എനിക്ക് കൂടുതൽ ഇവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നോളം കൂടുതൽ എനിക്ക് ദൈവത്തിനോട് അടുക്കാനില്ല സ്നേഹവും ബലവും ശക്തി എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിമുളക്കാനായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ 16ാമത്തെ വയസ്സിൽ ബാംഗ്ലൂരേക്ക് കയറി വന്ന്. ഞാൻ തുന്നപ്പണീൻ്റെ എൻ്റെ ഒരു കൂട്ടുകാരത്തിൻ്റെ അമ്മ ഇവിടെ ഗാർമെൻറ്റ്സിൽ സൂപ്പർവൈസറായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്നൊരു ഹോസ്റ്റലെടുത്ത് അവരെ കൂടെ കുറച്ച് കാലം താമസിച്ചു. പിന്നെ അവിടുന്ന് ഒരു ഹോസ്റ്റലിൽ എന്നെ ആക്കി തന്ന, അവർക്ക് അറിയുന്ന ഹോസ്റ്റലിൽ തന്നെ
ഞാൻ അങ്ങനെ എല്ലാ ചർച്ചുകളിലും പോയി. എൻ്റെ ദൈവത്തിനെ കാണണം, എനിക്ക് ഇനിയും കാണണം, ദൈവം സത്യം ഏതാണെന്നുള്ളത് അറിയാൻ വേണ്ടി പല ചർച്ചുകളിലും പോയി ഞാൻ. ആദ്യം കത്തോലിക്കയിൽ പോയത്, പിന്നെ ഞാൻ പെന്തക്കോസ്തിൽ പോകാൻ തുടങ്ങി, യാക്കോബിറ്റിൽ എന്നാ പറയേണ്ട ഏതെല്ലാം കർത്താവിനെ വിളിച്ച് ആരാധിക്കുന്ന ചർച്ചുകളുണ്ട് എല്ലാത്തിലും ഞാൻ പോയിട്ടുണ്ട്. ഒന്നിനും പോകാത്തില്ല ഞാൻ. അപ്പോൾ വ്യത്യസ്തമായിട്ട് അതിൽ ഒന്ന് കാണുന്ന ഈ പിന്നെ നമ്മളെ ബന്ധുക്കോസ് ചർച്ചിൽ പോകുമ്പോൾ കൂടുതലായിട്ട് ഒരു വ്യത്യാസം കണ്ട് എനിക്ക് അവിടെ നിന്ന് കാണുന്നത്. അപ്പം ഞാൻ ദൈവത്തിനോട് ചോദിക്കും, എനിക്ക് വേറെ ഒരു ചിന്തനയില്ല, ഒന്നിലുമില്ല. ജോലിക്ക് പോകുന്നുണ്ട്, വരുന്നുണ്ട്, ദൈവത്തിനെ കാണണം. എനിക്കിത് രണ്ട് മാത്രം എൻ്റെ ഹൃദയത്തിലില്ലു. അവസാനം ഞങ്ങൾക്ക് 19-ാമത്തെ വയസ്സിൽ എനിക്ക് ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ നിന്ന് തിരഞ്ഞെടുത്ത് കുറച്ച് കുട്ടികളെ, ഒരു 10-15 കുട്ടികളെ തിരഞ്ഞെടുത്ത് അങ്ങനെ ഞാൻ ബഹ്റൈനിലേക്ക് പോയി. ബഹ്റൈനിന്നും ദൈവത്തിനെ കാണണമെന്നില്ല ആഗ്രഹം എനിക്ക്. അവിടെ ഞാൻ കത്തോലിക്ക ചർച്ചിൽ പോകും. പക്ഷേ അവിടെ നിന്നും എനിക്ക് ബന്ധുക്കോസിൻ്റെ ചർച്ച കിട്ടി. ബന്ധുക്കോസിൻ്റെ ചർച്ചയിൽ ഒരു ബ്രദറിനെ കണ്ട് സംസാരിച്ചു. അവിടെ നിന്നും ബന്ധുക്കോസിൻ്റെ ചർച്ചയിൽ പോകുമ്പോൾ അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഈ വചനത്തിൽ കൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ തറച്ച് കയറുന്ന പോലെയാണ് ഈ വചനം കേൾക്കുന്നോളം എനിക്ക്. ഞാൻ കന്നഡ പഠിച്ചത്, എനിക്ക് മലയാളം അറിയില്ല. അപ്പം എല്ലാവരും മലയാളത്തിൻ്റെ ബൈബിൾ എടുത്ത് നടക്കുന്നു. കർത്താവ്, എനിക്കും മലയാളം പഠിക്കണം. ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ മലയാളത്തിൻ്റെ ഒരക്ഷരം അറിയില്ല. കന്നഡ പഠിച്ചത് ഞാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്നും ഇതുപോലെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കെൻ്റെ ദൈവത്തിനെ കാണണം. കർത്താവിനെ ഞാൻ കണ്ടു. മുൾമുടി കെട്ടിയ കർത്താവ് എൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ കർത്താവ് സംസാരിക്കുന്ന എന്നോട്. എൻ്റെ മുൾമുടി കെട്ടിയ കർത്താവിന് മുമ്പിൽ ഞാൻ മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. എൻ്റെ ആ രൂപം ഞാൻ അവിടെ നിന്ന് കാണുന്നു. സത്യത്തിൻ്റെ വഴി എന്നോട്. അവസാനം ഞാൻ പോയി ഈ ബൈബിള് ഈ ബന്ധുക്കോസ്തായിരുന്നു ബൈബിൾ മേടിച്ച് ഞാൻ ഈ ബൈബിളും പിടിച്ച് കരയുന്ന സമയത്ത് എൻ്റെ കർത്താവ് എന്ന് പറയുന്നത്, ഇതാണ് സത്യം എന്നില്ല വഴി കാണിച്ചു തന്നു. ഇതാണ് സത്യം എന്നെനിക്ക് എൻ്റെ ചുവട്ടിലിങ്ങനെ പറയുന്നു. ഈ വഴിയിലേക്ക് പോകാൻ എന്നോട് പറഞ്ഞു കർത്താവ്. ഞാൻ അങ്ങനെ പോയി ഞാൻ പാഷിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് സ്ഥാനപ്പെടണം എന്ന് പറഞ്ഞ്. എന്താന്ന് ചോദിച്ചു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെയായില്ലതെന്ന്. അതേ ആഴ്ച തന്നെ ആ വെള്ളിയാഴ്ച ദിവസം അവിടെ നിന്ന് സ്ഥാനപ്പെട്ടു ബഹ്റൈനിൽ. പിന്നെ ഞാൻ 2 കൊല്ലം കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ബാംഗ്ലൂരേക്ക് തന്നെ വന്നു. ഞാൻ കുടുംബക്കാരുടെ അടുത്ത് പോകും വരും എന്നല്ലാണ്ട് എന്നോട് എൻ്റെ ഒരു കാര്യം ഞാൻ പറയലില്ല, ഒന്നും ചെയ്യലില്ല, ഒന്നുമില്ല. ഞാനായി എൻ്റെ പണിയായി എൻ്റെ ദൈവത്തിനോട് അടുക്കലായി. കൂടുതൽ എനിക്ക് ദൈവത്തിനോട് അടുക്കണമെന്നില്ല, ചിന്തന മാത്രമേ ഇല്ല. എൻ്റെ ദൈവത്തിനെ എനിക്ക് കണ്ടെത്തണം, എൻ്റെ ദൈവത്തിനെ കണ്ടെത്തണം. ഇനിയും കണ്ടതല്ല, ഇനിയും കണ്ടെത്തണമെന്നില്ല. അവിടെ നിന്ന് സ്ഥാനപ്പെട്ട് 1 കൊല്ലം നിന്ന് വീണ്ടും ഞാൻ ബാംഗ്ലൂരേക്ക് വന്ന് വീട്ടിലേക്ക് പോകും വരും എല്ലാം ചെയ്യും. ഞാൻ എല്ലാം കൊടുക്കും വാങ്ങും എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ഉള്ളിലില്ല. എൻ്റെ ഈ ദൈവത്തിന് അവർക്ക് ഞാൻ കാണിച്ചും കൊടുത്തിട്ടില്ല. എൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അവർക്കും അറിയാനും ആയിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ ദൈവത്തിനെ കൊണ്ടു നടന്ന് പിന്നെ വീട്ടുകാർ കല്യാണം ആലോചിക്കാൻ തുടങ്ങി. 25-ാമത്തെ 26-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. മാതാപിതാക്കൾ വയസ്സായി, അവർ കരയാനും പറയാനും അവർ എപ്പം നോക്കിയാലും സങ്കടം പറയാനും മാത്രമേ ഉള്ളൂ. ശരിയെന്ന് പറഞ്ഞ് അവരെന്നെ ഒരു ഹസ്ബൻഡിനെ നോക്കി കല്യാണത്തിൻ്റെ പറഞ്ഞ് എല്ലാം ചെയ്തപ്പോൾ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞ്, ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവിനെയാണ്, ഞാൻ ചർച്ചിലെ പോകുന്നത്, ഞാൻ നോമ്പ് നോക്കൂല, നിസ്കരിക്കൂല, ഒന്നും ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞ്. പിന്നെ അവസാനം എന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് അത് പിരിയാനില്ല വകയും വഴക്കും കൂട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഇപ്പം തന്നെ മുഖം നോക്കി പറയാം, ഇല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് അങ്ങ് പിരിഞ്ഞേക്ക്. ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ഇഷ്ടത്തിന് അവർ ഇനി മരിക്കുന്ന സമയത്ത് ഒരു സമാധാനം ഇല്ലാണ്ട് മരിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കർത്താവിനെ ഞാൻ സമർപ്പിച്ചിട്ടാണ് ഇത് പറയുന്നത് ഇവരോട്, മൂപ്പറോട് പറഞ്ഞത് ഞാൻ. കർത്താവിൻ്റെ ഹീതാണെങ്കിൽ നടന്നാൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന് തന്നെ ഞാൻ മുറിച്ച് പറഞ്ഞു ഞാൻ. അപ്പം മൂപ്പർ ആലോചിച്ചിട്ട് പറഞ്ഞു, അത് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറഞ്ഞു. നിൻ്റെ ഇഷ്ടം എന്താന്ന് അതുപോലെ നീ പോട്, നീ ചെയ്തോ, ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പറ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ അവരെ അപ്പൻ്റെ കാലത്ത് അവർ കേരളത്തിൽ നിന്ന് തിരുവാങ്കൂറിൽ നിന്ന് വന്ന് പുൽപ്പള്ളിയിൽ വന്ന് കുടിയേറിയിരുന്ന ആൾക്കാരാണ്. അപ്പൻ്റെ കാലത്ത് അവർ ക്രിസ്ത്യാനികളാണ്. പിന്നെ വയനാട്ടിൽ വന്നിട്ടാണ് എൻ്റെ ഭർത്താവിൻ്റെ അപ്പം മുഖാന്തരമാണ് അവർ മുസ്ലിംസ് ആയതും മുസ്ലിംസിൻ്റെ സ്ത്രീ കല്യാണം അവരമ്മേനെ കഴിച്ചതും എടുത്തതും അല്ല. അങ്ങനെയാണ് അവർ ബാക്ക്ഗ്രൗണ്ടിൽ. അതിനെ കൊണ്ട് എനിക്കൊരു സമാധാനമായി. ഓക്കെ എന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞു. 4 കൊല്ലം കഴിഞ്ഞ് എനിക്കൊരു കുട്ടി ഉണ്ടായി. അപ്പം ഞാൻ ബാംഗ്ലൂർ തന്നെ താമസം, ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടുണ്ട്. കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം വന്ന് കല്യാണം ഉറപ്പിച്ച്
കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വിട്ട് ഞാനൊരു വീടെടുത്ത് താമസിക്കാൻ തുടങ്ങി. എല്ലാതും ഉണ്ടായിരുന്നു അതുവരെ എനിക്ക്. ഞാൻ അന്ന് വരെയും ഞാൻ ദൈവത്തിനെ കാണാനില്ല, ഒറ്റ ആഗ്രഹം ദൈവത്തിനെ കണ്ടെത്തി. ഞാൻ എല്ലാ വഴികളും ദൈവത്തിലേക്ക് സമർപ്പിച്ച് എല്ലാ കാര്യം എൻ്റെ കർത്താവിനില്ലാണ്ട് ഒന്നുമില്ല എനിക്ക്. ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവിനെ ഞാൻ ഏൽപ്പിക്കും. കർത്താവെ, ഇന്നത്തെ ഭക്ഷണം നീ തന്നതാണ്, നാളത്തെ ഭക്ഷണം നിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞിട്ടേ ഞാനൊരു ഭക്ഷണം കഴിക്കൂ. എന്തിനും ഞാൻ എൻ്റെ കർത്താവിലേക്ക് സമർപ്പിച്ചു കൊണ്ടല്ലാണ്ട് വേറെ ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസം കഴിയാൻ തുടങ്ങിയപ്പം ഇങ്ങനെ ഓരോന്ന് നശിക്കാൻ തുടങ്ങി. മൂപ്പര് കുറച്ച് ചീട്ട് കളിയാണ് ഉണ്ടായതെല്ലാം, പണവും പൈസകളെല്ലാം ഇതാക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് പൊന്നെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടിന് നമുക്ക് പണയം വെക്കുക എടുക്കുകയെല്ലാം ചെയ്യാമെന്നോ, ഇട്ട് നടക്കാനൊന്നല്ല, പണയം വെക്കാനോ ബുദ്ധിമുട്ടിനെല്ലാം ആവുമല്ലോ എന്ന് പറഞ്ഞ് എനിക്കൊരു ടൈലറിങ് ഷോപ്പ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനെല്ലാം ഒരുക്കൂട്ടി വെച്ചിട്ടുണ്ടായി. അങ്ങനെ നശിക്കാൻ തുടങ്ങി. പിന്നെ വീട്ടുകാരെല്ലാം വെറുക്കാൻ തുടങ്ങി. ദൈവത്തിനെ അറിഞ്ഞത് ഇവർക്ക് അറിയില്ല. വീട്ടുകാരെല്ലാം വെറുക്കാൻ തുടങ്ങി. മൂപ്പറെ കല്യാണം കഴിപ്പിച്ചത് ഇവരാണ്. പിന്നെ അവർ പറയുമ്പോൾ അത് ഒഴിവാക്കണം. അവർ പറയുന്നത് ഇനി ഒഴിവാക്കിയ വേണ്ട എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, മരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ മരിക്കട്ടെ, ജീവിക്കുകയാണെങ്കിൽ അങ്ങ് ജീവിക്കട്ടെ, ഞാൻ ഇനി ഒഴിവാക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. എനിക്കിതിങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ ഈ മുസ്ലിം സമുദായത്തിൽ 10 കെട്ടി നടക്കുന്ന പോലെയൊന്നും എന്നെ കൊണ്ട് പറ്റൂല. എനിക്കതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഇഷ്ടപ്രകാരം എന്നെ കല്യാണം കഴിച്ച് നിങ്ങൾ പറയുമ്പോൾ വിടാനും നിങ്ങൾ കഴിക്കുമ്പോൾ കഴിക്കുമെന്ന് പറയാനല്ല ഞാനില്ലത് എന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ 4ാമത്തെ കൊല്ലം കുട്ടി ജനിക്കാൻ ആയി. കുട്ടി ജനിക്കാൻ ആകുമ്പോൾ എല്ലാതും ഒരു വക നശിക്കാൻ തുടങ്ങി. എൻ്റെ കയ്യിലില്ല, എല്ലാം തീർന്നു. കുടുംബക്കാരെല്ലാം വെറുത്തു. കുടുംബക്കാർക്ക് പിന്നെ ചെറിയ ചെറിയ സംശയങ്ങൾ തുടങ്ങി. ഞാൻ യേശുവിനെ ആരാധിക്കുന്നുണ്ട് എന്നുള്ള സംശയങ്ങൾ തുടങ്ങി. പിന്നെ ഇവർ വീണ്ടും ദ്രോഹിക്കാനും, ഇല്ലെങ്കിലേ ദ്രോഹമാണ് എനിക്കില്ലത്. ഒന്നുമില്ല, എത്ര കൊടുത്താലും വാങ്ങിയാലും എത്ര നയിച്ചുണ്ടാക്കി ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല. കുടുംബത്തിനെ നല്ലോണം നോക്കി, എൻ്റെ മാതാപിതാക്കളെല്ലാം നല്ലോണം നോക്കി ഞാൻ. എന്തായാലും എപ്പം നോക്കിയാലും എന്നെ നിന്ദിക്കാനും എന്നെ ദുഷിക്കാനും എനിക്ക് അടി കൊള്ളാനേ ഇല്ലു. അങ്ങനെ കുഞ്ഞ് ജനിച്ചപ്പം കൂടുതൽ കഷ്ടങ്ങൾ പ്രാരാബ്ധങ്ങൾ വന്ന്, കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടിൻ്റെ അങ്ങ് അറ്റം എത്തി. ചുരുക്കി ഞാൻ പറയുന്ന, എങ്ങനെ ഏത് വിധത്തിലെല്ലാണ് കഷ്ടപ്പാട് എന്നൊന്നും അറിയുന്നില്ല. വീട്ടിൽ പോയാൽ അവരെ ഒരു ഭാഗത്തുനിന്ന് അടിച്ചോടിക്കും, എന്നെ പുറത്താക്കും, പുറത്താക്കിയിട്ട് വാതിലടച്ച് കളയും മാതാപിതാക്കളും. പിന്നെ ആരടുത്ത് പോകേണ്ട, സഹോദരികളുടെ അടുത്ത് പോയാൽ അവരെ മുഖം കാണണം. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എനിക്ക് ജോലിക്ക് പോകാനുമല്ല, ഉണ്ടായതെല്ലാം നഷ്ടപ്പെട്ട്. ഞാനൊരു ടൈലറിങ് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായി, അതും നഷ്ടപ്പെട്ട്. ഒരു വകയിലും എനിക്ക് ഒന്നുമില്ല. ദൈവത്തിൻ്റെ ആശ്രയം മാത്രമല്ലാണ്ട് ദൈവം എന്നാലും എനിക്കൊരു ഇത്രയെല്ലാം വിഷമം വന്നാലും എൻ്റെ ഹൃദയത്തിൽ ഒരു വിഷമം ഇല്ല. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. എല്ലാം ദൈവത്തിൻ്റെ ഹീതായിരിക്കും, എൻ്റെ കർത്താവിൻ്റെ ഹീതായിരിക്കും. എൻ്റെ കർത്താവിൻ്റെ അത് സ്വോത്രം ഞാൻ പറയും. കർത്താവെ, എന്ത് വന്നാലും ഞാൻ സ്വോത്രം പറയും. കുടിക്കാൻ കഞ്ഞിയില്ലെങ്കിലും കർത്താവെ സ്വോത്രം, വേദന വന്നാലും കർത്താവെ സ്വോത്രം. ഇതല്ലാണ്ട് എനിക്ക് എൻ്റെ ദൈവത്തിനെ അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നില്ല. ഇന്ന് ഈ നിമിഷം പോലും എനിക്ക് വന്നിട്ടില്ല. ഇന്ന് ഈ നിമിഷം പോലും എനിക്കത് വന്നിട്ടില്ല. എൻ്റെ കർത്താവിനെ കണ്ടെത്തിയതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും സമാധാനം എൻ്റെ ഹൃദയത്തിലില്ല. പിന്നെ കഷ്ടങ്ങൾ വരും. കഷ്ടങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ശാരീരികമായിട്ട് സുഖമില്ലാണ്ടാകുന്ന എനിക്ക് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവം ഒരു പൊന്ന് തിളങ്ങണമെങ്കിൽ എത്ര കാച്ചി ഉരുക്കി, എത്ര അതിനെ പിന്നെ തട്ടാനിട്ട് തട്ടി അതിനെ മിനുക്കി കൊണ്ടുവന്ന് ഒരു പൊന്നാക്കി തിളക്കുന്ന ഒരു പൊന്നാക്കി തീർക്കുന്ന അതുപോലെ ആയിരിക്കും ഞാൻ എന്നും പറയല്. എനിക്ക് യാതൊരു വിഷമവുമില്ല. എന്ത് വിഷമം വന്നാലും എനിക്ക് യാതൊരു വിഷമവുമില്ല. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് ആരും ഇല്ലെങ്കിൽ, ഈ ലോകം ആരും ഇല്ലെങ്കിൽ എനിക്ക് ആരുമില്ല. ഇന്നും എനിക്ക് ആരുമില്ല, എൻ്റെ കർത്താവ് മാത്രമേ എൻ്റെ കൂടെ ഇല്ലൂ. മക്കളുണ്ടെങ്കിലും ഭർത്താവുണ്ടെങ്കിലും മാതാപിതാക്കളുണ്ടെങ്കിലും കുടുംബം ഉണ്ടെങ്കിലും എല്ലാവരും വിട്ടൊഴിയും. അതെല്ലാം ഒരു സമയത്തിൽ മാത്രമേ ഉണ്ടാവും. പക്ഷേ എന്നൊന്നും ഒഴിയാത്ത എൻ്റെ ബലമുള്ള എൻ്റെ കർത്താവ്, എൻ്റെ ജീവൻ്റെ തുടിപ്പായ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചെറുപ്പത്തിൽ നിന്ന് തറച്ചു വെച്ചതാ. കരിങ്കല്ലിൽ കുത്തിയ പോലെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ കുത്തിവെച്ചതാ. ഈ ജീവൻ്റെ തുടിപ്പ് ദൈവത്തിൻ്റെ തുടിപ്പാണ്. ദൈവം ഇന്ന് ജീവനോട് 3-ാം നാൾ ഉയർന്നെണീച്ച് വന്നിട്ടില്ല. ഇന്ന് നമ്മളില്ല, ഈ കൈകളില്ല, ഒന്നുമില്ല.
എൻ്റെ ദൈവത്തിനെ ഞാൻ അങ്ങ് രുചിച്ചറിഞ്ഞു. ദൈവത്തിൻ്റെ മധുരമേറിയ തേനിനെയും കാട്ടിയില്ല രുചിച്ചറിഞ്ഞു. ഇത് പൊള്ളം പറയുന്നതോ മറ്റുള്ളൊരു വാക്ക് കേട്ടിട്ടോ ഒന്നുമല്ല. ഇതെൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്നത്. എൻ്റെ ഹൃദയത്തിൽ ഈ ദൈവത്തിൻ്റെ തുടിപ്പ്, ഈ ദൈവം എന്നിപ്പോൾ ഞാൻ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ഇതാണ്, ദൈവത്തിൻ്റെ ജീവൻ്റെ തുടിപ്പാണ് ഈ സംസാരിക്കുന്നത്. ഈ മേലോട്ട് പോയ ശ്വാസം അത് താഴോട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പോയി എവിടെ പോകും? നമ്മൾ നിത്യതയിലേക്ക് എത്തണം. ചിലപ്പം തെറ്റുകളും കുറ്റങ്ങളും സംസാരിക്കുന്നതിലോ കാണുന്നതിലോ എടുക്കുന്നതിലോ എല്ലാം ഉണ്ടാവും. അതെല്ലാം നമ്മളെ ദൈവം പൊറുക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഇരുന്ന് കരഞ്ഞ് ആ ദൈവത്തിൻ്റെ പാദത്തിൽ നമ്മൾ മുട്ടുകുത്തി ഇരുന്ന് കഴിഞ്ഞാൽ അതെല്ലാം ദൈവം പൊറുക്കുന്ന അപ്പനാണ്. ആ സ്ഥാനത്ത് നമ്മളെ മാതാപിതാക്കളെ നമ്മൾ അടിക്കുന്നില്ലേ, കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വിളിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, അതിലും വലിയ സ്നേഹമാണ്. മാതാപിതാക്കൾ സ്നേഹിക്കുന്നതിനെ കാട്ടി ഏറ്റവും വലിയ സ്നേഹം എൻ്റെ കർത്താവിൻ്റെ സ്നേഹമാണ്. ഞാൻ രുചിച്ചറിഞ്ഞു, ഞാൻ അനുഭവിച്ചു. ഇന്നും ഞാൻ അനുഭവിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹമാണ്. അങ്ങനെ ഞാൻ കുട്ടിക്ക് 1.5 വയസ്സായ സമയത്ത് എനിക്ക് യാതൊരു നിക്കക്കൊള്ളിയില്ല, എവിടെയും നിക്കക്കൊള്ളിയില്ല. ഒരു സ്ഥലത്തും വീട്ടിലല്ല, കുടുംബക്കാരല്ല, ഒന്നും നാട്ടുകാരും അയൽവാസികളെല്ലാവരും കളിയാക്കി ചിരിക്കാൻ തുടത്തി. ഇവളിപ്പോൾ എത്ര ഇതിൽ നടന്നിട്ടുണ്ടായി, ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ ആയി, കുട്ടിയായതിൻ്റെ ശേഷം ഇങ്ങനെ ആയി. പല ആൾക്കാരും. എനിക്ക് അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല, എനിക്കൊരു വിഷമവും ഇല്ല. എനിക്ക് ഒറ്റ ഇതേ ഇല്ലൂ, എൻ്റെ കുട്ടിയും ദൈവത്തിനെ അറിയണം, എൻ്റെ മകൻ ദൈവത്തിനെ അറിയണം, ഞാൻ അറിഞ്ഞ ദൈവത്തിൻ്റെ രുചി അറിയണം. അങ്ങനെ അവസാനം 1.5 വയസ്സിൽ എനിക്ക് യാതൊരു പിടുത്തവും കിട്ടാണ്ട് അവസാനം ഞാൻ ഈ ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു കിഡ്നി കൊടുക്കാൻ ഇറങ്ങി. എനിക്കൊരു കട എടുക്കണം, എൻ്റെ കുട്ടീനെ വളർത്തണം, എൻ്റെ മകൻ ദൈവത്തിനെ അറിയണം എന്നില്ല ഒറ്റ ചിന്തന മാത്രമേ ഇല്ല, വേറെ ഒരു ചിന്തനയില്ല. എനിക്ക് സമ്പാദിക്കണ്ട, ഒന്നും വേണ്ട. അങ്ങനെ ഞാൻ കിഡ്നി കൊടുക്കാൻ വേണ്ടി പല സ്ഥലത്തും പല ആസ്പത്രികളിലെല്ലാം കയറി ഇറങ്ങി. അങ്ങനെ ഞാനൊരു മാർവാടി ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ എനിക്ക് കിഡ്നി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വേറൊരു സേട്ടുമാരാക്കി കാണിച്ചു തന്ന്. ഒരു സേട്ടുവിന് ഒരു 60 വയസ്സായ ആൾക്കൊരു കിഡ്നി വേണമെന്നില്ലേ പറഞ്ഞ് അവർ എന്നെ കണ്ട് കോണ്ടാക്ട് ചെയ്തു. ഇതേ ബാംഗ്ലൂർ വെച്ചു. ആസ്പത്രികളിൽ അതിൻ്റെ വേണ്ടപ്പെട്ട ആസ്പത്രികളിലെല്ലാം പോയി ചെക്കപ്പ് ചെയ്തു. എല്ലാ കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പോൾ ഓക്കെയാണ്. എൻ്റെ കിഡ്നിയും ആ സേട്ടുവിൻ്റെ കിഡ്നി എല്ലാം ഓക്കെ ആയി. ഓപ്പറേഷത്തിന് 3 മാസം ടൈം തന്നു. എനിക്ക് ഓപ്പറേഷത്തിന് 3 മാസം ടൈം തന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗൾഫിലേക്ക് വീണ്ടും പോകാൻ എനിക്കൊരു വിസ വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഭർത്താവിനൊരു പൈസ കിട്ടാനുണ്ടായി. അതിനു വേണ്ടി ഞാൻ മലപ്പുറം, കുറേ ദൂരമാണ് മലപ്പുറം, ആ സൈഡ് തന്നെയാണ്. ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ് എനിക്ക് അത്ര ഓർമ്മയില്ല, മലപ്പുറം എന്ന്. അങ്ങനെ അവിടെ പൈസക്ക് ഞാനും എൻ്റെ ഭർത്താവും പോയിട്ട് വന്ന സമയത്ത് ബസ്സിന് പൈസ ഇല്ലാണ്ട് അയാൾ ആ വീട്ടിൽ പോയിട്ട് ഒരാഴ്ച ഇരുന്നിട്ട് ഇന്ന് തരാം നാളെ തരാം, ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞ് കളിപ്പിച്ച് അങ്ങനെ ഇരുന്ന് അവസാനം കയ്യിലില്ല, പൈസ ഒന്നുമില്ല. ബസ്സിന് വരാൻ പൈസ, കോഴിക്കോട് വരെ എത്താനില്ല പൈസ ഉണ്ട്, കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർ എത്താൻ പൈസ ഇല്ല എനിക്ക്. എൻ്റെ ഭർത്താവ് പറഞ്ഞ് നീ എങ്ങനെങ്കിലും നീ വീട്ടിലേക്ക് പോ എന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് മൂപ്പർ എന്നെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വിട്ടിട്ട് എന്നോട് പറഞ്ഞ് ചെറിയൊരു പൈസ തന്നിട്ട് പറഞ്ഞ് നീ എങ്ങനെയെങ്കിലും പോകാൻ നോക്കുമെന്ന് പറഞ്ഞ്. മൂപ്പർ പറഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾ പോലെ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. മൂപ്പറെ കാണുന്നില്ല, മൂപ്പർ പോയിട്ടായി. ഇനി എന്ത് ചെയ്യും, എനിക്ക് വിശക്കുന്നു, എൻ്റെ മോനിക്ക് വിശക്കുന്നു, ചെറിയ 1.5 വയസ്സായ കുട്ടിയാണ്, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി ഞാൻ പിച്ച എടുക്കട്ടെ, എല്ലാവരുടെ അടുത്തും പോയി കൈ കാട്ടെ, എനിക്ക് ബാംഗ്ലൂർ പോകാൻ പൈസ വേണമെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ഞാൻ കുട്ടീനെ ഒക്കത്ത് വെച്ച് ഈ ബാഗും കയ്യിൽ വെച്ച് ഞാൻ അങ്ങ് നടന്ന് ഭിക്ഷ എടുക്കാൻ വേണ്ടി ആ മീൻ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കെല്ലാം പോയി. ഞാൻ മീൻ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പോയി ഓരോരുത്തർ 10 റുപ്യയും 20 റുപ്യയും 5 റുപ്യയും അങ്ങനെ എല്ലാം തന്ന് ഓരോരുത്തർ 1 റുപ്യ പോലും തന്ന ആൾക്കാരുണ്ട്. അവസാന നിമിഷം ഒരാൾ ഒരു 50 പൈസ നല്ല തിളങ്ങുന്ന 50 പൈസ ഇന്നും എൻ്റെ കയ്യിൽ ഉള്ളം കയ്യിൽ വെച്ച് തന്ന ഓർമ്മയുണ്ട്. 50 പൈസ തന്ന് ഞാൻ അതും മേടിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാം മേടിച്ച് ഞാൻ ഏകദേശം ഒരു 10-200 റുപ്യ കയ്യിലായപ്പോൾ ഞാൻ മെയിൻ റോഡിന് വന്ന് മോനിക്ക് ചായ മേടിച്ചു കൊടുക്കാം, എനിക്കും എന്നും കഴിക്കണം, എങ്ങനെങ്കിലും ഈ പൈസയും കൊണ്ട് എത്താൻ നോക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആ പിച്ച എടുത്ത പൈസയും കൊണ്ട് ഞാൻ വന്ന് റോട്ടിൽ വന്ന് മെയിൻ റോഡിന് വന്ന് KSRT ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് അവിടെ ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ എൻ്റെ നേരെ ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളും നടന്നു വരുന്നുണ്ട്. ഞാനും അവരെ കണ്ടു, അവരും എൻ്റെ അടുത്ത് വന്ന് ആ സ്ത്രീ എന്നെ പേര് വിളിച്ചു. കുൽസു അല്ലേ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. നിങ്ങളാരാന്ന് ഞാൻ ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞ് എടി നീ മറന്നോ, ഞങ്ങൾ ഒന്നിച്ച് കളിച്ച ആൾക്കാരല്ലേ, നിനക്ക് മറന്നോ, ഞാനാണ് ജാനു ആണ് എന്ന് പറഞ്ഞു. അയ്യോ ജാനു ഞങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല എന്ന്. അവരിപ്പോൾ 2 കുട്ടികളായി, ആളെ രൂപങ്ങളിലും മാറി കുറച്ച് തടിയും വണ്ണമെല്ലായി.
ഏറ്റെല്ലാം ഉണ്ട്, എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവിടെ എന്നെ കെട്ടിപ്പിടിച്ച് നീ എന്താ ഇങ്ങനെ ആയിപ്പോയതെന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വർത്താനം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വാ ഹോട്ടലിൽ പോയി ചായ കുടിക്കാൻ, നീ എങ്ങോട്ടാ പോകുന്നെന്ന് ചോദിച്ചു. എന്നെ വേഗം ഹോട്ടലിലേക്ക് എന്നെയും കുട്ടീനെയും കൊണ്ടുപോയി. അവരും നാഷ്ട മേടിച്ച് എനക്കും തന്ന്, ഞാനും കഴിച്ചു, കുട്ടിക്കും കൊടുത്ത്. എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി യാത്ര പറയുന്ന അവർ തൃശ്ശൂരേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് വേഗം പെട്ടെന്ന് 1000 ഉറുപ്പ്യ എടുത്ത് എൻ്റെ കയ്യിൽ തന്ന്, എൻ്റെ മോൻ്റെ കയ്യിലും പൈസ കൊടുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം, അപ്പം ഞാൻ ഇത് തന്ന് എൻ്റെ കയ്യിൽ തന്ന് അവർ അങ്ങോട്ട് പോവുകയും ചെയ്ത്. ഞാൻ കൈ നീർത്തി നോക്കുന്ന സമയത്ത് 1000 ഉറുപ്പ്യ എൻ്റെ കയ്യിലുണ്ട്. മോൻ്റെ കയ്യിലും പൈസ കൊടുത്ത്, കുട്ടിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ദൈവം എന്നെ ഒന്ന് പരീക്ഷിച്ചതാ, എൻ്റെ മനസ്സിലൊന്ന് തോന്നിയതാ ഞാൻ ഒന്ന് പിച്ച എടുക്കണമെന്ന്. ആ പിച്ച എടുത്ത് കഴിയുമ്പോഴേക്കും ദൈവം അവിടെ മുമ്പിൽ വേറെ ആൾക്കാരെ എത്തിച്ച്. എന്നോ കണ്ടത്, ചെറുപ്പത്തിൽ കണ്ട ആൾക്കാരെയാണ് അവിടെ മുമ്പിൽ പ്രതീക്ഷിക്കപ്പെട്ടത്. അപ്പം ഞാൻ ആലോചിച്ച്, ദൈവമേ ഇതെല്ലാം നിൻ്റെ കൃപയാണ്, ഇതൊന്നും ഒരു പരീക്ഷണയല്ല, ഇതെല്ലാം നിൻ്റെ കൃപയാണ്, നീയാണ് ഇതെല്ലാം ചെയ്യുന്നത്, നിൻ്റെ കൃപയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പൈസ എടുത്ത് നേരെ ബാംഗ്ലൂരേക്ക് വന്നു. അവിടെ നിന്ന് തന്നെ ബസ് കയറി ഞാൻ കോഴിക്കോട് അവിടെ നിന്ന് തന്നെ ബസ് കയറി നേരെ ബാംഗ്ലൂരേക്ക് വന്ന് എൻ്റെ റൂമുണ്ടായി, ചെറിയൊരു റൂമുണ്ടായി, അതിലേക്ക് ചെറിയ വാടക കൊടുക്കാനുണ്ട്. ഞാനും മോനും അവിടെ നിന്നു. അപ്പോൾ ദൈവം നമ്മളെ കൈവിടൂല. ദൈവം എല്ലാത്തിനും എല്ലാ മേഖലയിലും ദൈവം നമ്മളെ ഒരു വിധത്തിലല്ലെങ്കിൽ ഒരു വിധത്തിൽ നമ്മളെ കാക്കും. കുറച്ച് താമസമായാലും നമ്മൾ മറ്റുള്ളവരെ നിന്ദിച്ചാലും പിച്ചെടുത്താലും തക്ക സമയത്ത് എൻ്റെ കർത്താവ് പല സ്ഥലത്തും എന്നാലും എനിക്ക് വീടില്ല. ഞാൻ മറ്റുള്ളവരെ വാതക്കിൽ കൂടെ എത്രയോ വീടുകളിലും കയറി ഇറങ്ങി ഞാൻ കടന്നിട്ടുണ്ട്. പല വീട്ടിലും ഞാൻ പോയിട്ട് കൊലയിൽ കടന്നിട്ടുണ്ട്. എന്നാലും എനിക്കൊരു വിഷമമില്ല. ഞാൻ വിചാരിക്കുന്ന എന്താ, ഇന്നിവിടെ ഇല്ലെങ്കിലും നാളെ സ്വർഗത്തിൽ ദൈവം എനിക്കൊരു വീട് വെച്ചിട്ടുണ്ട്. നിത്യതയിലേക്കുള്ളൊരു വീട് എനിക്ക് മതി. എനിക്ക് ഇവിടെ ഇപ്പം വീട് തന്നാലും പണം തന്നാലും എന്ത് തന്നാലും എത്ര പദവി ഉണ്ടെങ്കിലും അതെല്ലാം എറിഞ്ഞു പോകണം. എനിക്ക് നിത്യതയിലേക്കുള്ളൊരു വീട് മതി. എനിക്ക് മാത്രമേ ഇന്ന് ഈ സംസാരിക്കുന്ന ഈ നിമിഷം പോലും എനിക്ക് നിത്യതയിലേക്കുള്ളൊരു വീട് മതി. ഞങ്ങൾക്ക് വീടും സ്ഥലവും എല്ലാം ഉണ്ടായി. എൻ്റെ ഭർത്താവ് എല്ലാവരും ചീട്ട് കളിച്ച് നശിപ്പിച്ചതാ. ഒരു വീടുണ്ടായി, അത് ബാങ്കിൽ പണയം വെച്ച് ലേലം വിളിച്ചു പോയി. അങ്ങനെ മൂപ്പർ മരിച്ച്, മാതാപിതാക്കൾ മരിച്ച്, എല്ലാം കൊണ്ടും എനിക്ക് വന്നാലും ഞാൻ കുലുങ്ങിയിട്ടില്ല, ഞാൻ പേടിച്ചിട്ടില്ല. ഞാൻ എന്താവുന്നില്ല, ഞാൻ പേടിച്ചിട്ടില്ല, ഒരിക്കലും പേടിക്കില്ല. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ രാജാതിരാജനായ വീരനായ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ 2016 എനിക്ക് തീരെ സുഖമില്ലാണ്ടായി. അപ്പോൾ ഞാൻ വീണ്ടും ബഹ്റൈനിലേക്ക് പോയി. അവിടെ നിന്ന് എനിക്ക് വീണ്ടും സുഖമില്ലാണ്ടായി. എൻ്റെ മകനെ ഞാൻ കുടുംബക്കാരെടുത്ത് വിട്ടിട്ട് പോയതാണ്. കുടുംബക്കാരെടുത്ത് വിട്ട് അവർ നോക്കാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് വിട്ടിട്ട് പോയി. ഞാൻ കടങ്ങൾ വീട്ടാനുണ്ട്, ഒരുപാട് പ്രാരാബ്ദം കിടക്കാനുണ്ട്. ഗൾഫിലേക്ക് പോയി. ഞാൻ വീണ്ടും പോയി ഈ കിഡ്നി കൊടുക്കാൻ നിന്നിടത്തുനിന്ന് എല്ലാ ഓപ്പറേഷത്തിന് റെഡിയായി. അവർ അഡ്വാൻസിൻ്റെ പൈസ വരെ തന്നു, എല്ലാം ചെയ്തു. അങ്ങനെ ദൈവം വീണ്ടും എന്നെ തട്ടിത്തെറിപ്പിച്ചു ഒരു വിസയിലേക്ക്. ഈ 3 മാസത്തിൻ്റെ ഉള്ളിൽ എന്നെ ബഹ്റൈനിലേക്ക് വീണ്ടും തട്ടിത്തെറിപ്പിച്ചു. ഒരു പൈസ ഇല്ലാണ്ട് എനിക്കൊരു വിസ കിട്ടി. ഞാൻ അങ്ങോട്ട് പോയി ടൈലറിങ്ങിന്. അവിടെ പോയിട്ട് പിന്നെ ഞാൻ വരുന്നത് 4.5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഈ 4.5 കൊല്ലം വരെ എൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ മോനെ വിട്ടിട്ട് പോയി. അവർക്ക് വേണ്ടുന്നെല്ലാം ഞാൻ അയച്ചു കൊടുക്കും. അവിടെ നിന്ന് പണിയെടുത്തിട്ട് എനിക്ക് തുണിക്ക് ഒരു മറു തുണി ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും പോകുന്ന സമയത്ത് അത്രയും വിഷമത്തിലായിരുന്നു ഞാൻ പോയത്. അങ്ങനെ വീണ്ടും പോയി ഞാൻ അധ്വാനിച്ച്. അവിടെ പോയപ്പോൾ ഒരു കത്തോലിക്കക്കാരെ വീട്ടിലാണ് നിൽക്കാൻ സൗകര്യം കിട്ടിയത്. അവിടെ നിന്ന് ടൈലർ പണിയെടുത്ത് ഒരു കമ്പനിയിൽ ചേർന്ന് കമ്പനിയിൽ ജോലിയെടുത്ത് കിട്ടുന്ന എല്ലാം ഞാൻ എൻ്റെ വീട്ടിലേക്ക് അയക്കും. എൻ്റെ മകൻ അവർ നോക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഭർത്താവിന് ഞാൻ 5 പൈസ കൊടുത്തിട്ടില്ല, കടങ്ങൾ വീട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാതാപിതാക്കൾ പെട്ടെന്ന് മരിച്ചു, എൻ്റെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചു. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബലമാണ്. ആര് പോയാലും ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഞാൻ എപ്പോൾ എല്ലാം ബഹ്റൈനിൽ ആര് മരിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വീട്ടിൽ വന്ന് 40ാമത്തെ ദിവസം ഞാൻ മരിച്ച് 40ാമത്തെ ദിവസം ഞാൻ വീട്ടിൽ വന്ന് നോക്കുന്ന സമയത്ത് മകനെ ഇവർ വല്ലാണ്ട് ദ്രോഹിക്കുന്ന ഇത് വിവരം അറിഞ്ഞു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. വീണ്ടും ഞാൻ ഒരു പോക്ക് പോയിട്ട് വന്നിട്ട് വേണം എൻ്റെ മോനെ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു. ഞാൻ നോക്കുമ്പോൾ കത്തോലിക്കക്കാരെ ഓഫനേജ് ഇതിലെല്ലാം ഉണ്ട്, വേണ്ട അതിലൊന്നും ചേർക്കണ്ട എന്ന് പറഞ്ഞ്. അപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവും. ഇല്ലെങ്കിൽ ഇവർ പ്രശ്നം കൊണ്ട് എന്നെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന.
അതിൽ നിന്ന് എൻ്റെ കുട്ടീനെ അകത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അത് വേറെ ചെയ്യുന്നു. എൻ്റെ കുട്ടീനെ ഇവർ ദ്രോഹിക്കുന്നു, എന്നിൽ നിന്ന് അകത്തിയെടുക്കാനും എന്നെ എങ്ങനെങ്കിലും ഇവർ എന്തെങ്കിലും പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എനിക്ക് മുൻകൂട്ടി എൻ്റെ ദൈവം എനിക്ക് അറിയിപ്പിക്കുന്നുണ്ട്, എൻ്റെ കർത്താവ്. അപ്പം ഞാനൊരു മുസ്ലിംസ് ഓർഫനേജിൽ കൊണ്ടുപോയി മോനെ ആക്കി. അവിടെ ഇവർ വന്ന് എൻ്റെ മോനെ പിടിച്ചുകൊണ്ടാകാൻ നോക്കി. ഞാൻ ക്രിസ്ത്യൻസ് ഓള് ചേട്ടത്തിയായിട്ടുണ്ട്, ക്രിസ്ത്യാനിയായിട്ടുണ്ട്, കുട്ടീനെ അതിൽ ചേർക്കാനാ ഓള് നോക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എടുത്തം വായിക്കുക, അവർ പറഞ്ഞ് ഓള് ക്രിസ്ത്യാനി ആയാലും കുട്ടീനെ ചേർക്കണമെങ്കിൽ ഇവിടെ കൊണ്ടൊന്നും ചേർക്കൂലല്ലോ, ക്രിസ്ത്യാനിയിലല്ലാലോ ഇപ്പം ചേർത്തത്, മുസ്ലിംസിൻ്റെ ഓർഫനേജിലാണല്ലോ ചേർത്തത് എന്ന് അവർ മറുപടി പറഞ്ഞ്. അപ്പോൾ ഇവർക്ക് വേറെ ഒന്നും പറയാൻ വഴി കണ്ടിട്ടില്ല. അവരങ്ങനെ പോയി കുട്ടീനെ അവിടെ വിട്ടിട്ട് ഞാൻ എൻ്റെ കുട്ടീനെ സമർപ്പിച്ച്, എൻ്റെ വയറ്റിലുണ്ടാകുമ്പോൾ ഞാൻ സമർപ്പിച്ച്, എൻ്റെ കുട്ടി, എൻ്റെ മകനെ ദൈവത്തിന് അറിയണം. ദൈവം കർത്താവേ, നീ തന്ന പൈതലാണ്, നീ എൻ്റെ ഉദരത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ മകൻ നിൻ്റെ മകനായി തീരണം എന്ന് പറഞ്ഞ് ഞാൻ എന്നും കണ്ണീരിട്ട് പ്രാർത്ഥിക്കും. എൻ്റെ മോൻ ആ ഓർഫനേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 10ാം ക്ലാസ് വരെ അവിടെ ഉണ്ട്. ഓർഫനേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദൈവത്തിന് അറിയണമെന്നും എൻ്റെ ഒറ്റ ചിന്തന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് പ്രാർത്ഥനയിൽ, അവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ എല്ലാം അതിൽ നിന്നെല്ലാം പോയി. ഞാൻ ഗൾഫ് പോയി വന്ന് എനിക്ക് 2015 അസുഖം തുടത്തി, വയറ്റിന് പല അസുഖങ്ങൾ തുടത്തി. 2011 ഞാനൊരു ടിയർ ഗ്യാസ്, അവിടെ യുദ്ധം ഉണ്ടായ സമയത്ത് ടിയർ ഗ്യാസിൻ്റെ ഉള്ളിൽപ്പെട്ട് വളരെ മരിച്ച് എന്ന് പറഞ്ഞതാ. 3 മാസം ഐസിയുവിലെല്ലാം കടന്ന് വളരെ എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ നാഡി നരമ്പുകളെല്ലാം അതിൽ നിന്നാണ് തളർന്നു പോകാൻ കാരണമായത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ മോനെ കൊണ്ട് ഈ ഓർഫനേജിൽ ചേർത്ത്. ഇവരെ ഈ ദുരന്തങ്ങൾ, എൻ്റെ മോനെ വല്ലാണ്ട് ദ്രോഹിച്ചവർ, എൻ്റെ പണം മേടിച്ച് തന്ന് ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല. അങ്ങനെ ഓർഫനേജിൽ ചേർത്ത് ഞാൻ. പിന്നെ ഇടയ്ക്ക് വരും, 3 മാസം 6 മാസം കൂടുമ്പോൾ വരും, എൻ്റെ മോൻ്റെ അടുത്തേക്ക് വരും. എനിക്ക് വീടില്ല, ഇരിക്കാൻ എവിടെയും പോകാനില്ല, കുടുംബത്തിൻ്റെ അടുത്ത് പോകാനാവില്ല. കുടുംബങ്ങളെല്ലാം എന്നെ മരിച്ച തുല്യതയിലാക്കി ആട്ടി പുറത്താക്കി. ഇനി മോനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കി, മോൻ്റെ അടുത്ത് വരും, ഓൻ്റെ ലീവിന് വരുമ്പോൾ എവിടെങ്കിലും ഞാൻ ഇരിക്കും. അങ്ങനെ അസുഖങ്ങൾ തുടർത്തി, എനിക്ക് ശരീരത്തിൽ അസുഖങ്ങൾ തുടർത്തി. ഈ ടിയർ ഗ്യാസ് ഇതായതിന് ശേഷം അങ്ങനെ വീകലും ഇതെല്ലാം ആയി. എനിക്ക് വയറ്റിന് അസുഖമായി, എൻ്റെ ന്യൂട്രസ് ഓവറിങ് എല്ലാം റിമൂവ് ചെയ്യേണ്ട വന്ന്. അങ്ങനെ പല അസുഖങ്ങളായതിനാൽ അന്ന് മുതൽ തുടങ്ങാൻ തുടർത്തി. എനിക്ക് 8, 9, 10ാമത്തെ കൊല്ലാണ് ഇതിപ്പോൾ. അങ്ങനെ എൻ്റെ ശരീരമാകെ തളർന്ന് ഓപ്പറേഷൻ ചെയ്ത് കുടുംബത്തിൻ്റെ അടുത്തൊന്നും വന്നിട്ടില്ല, നാട്ടുകാരുടെ അടുത്ത് തന്നെ ഞാൻ കടന്ന്. നാട്ടുകാരെല്ലാവരും സഹായിച്ചു. ഓപ്പറേഷനത്തിൻ്റെ പണത്തിനും വരാനും പോകാനും എല്ലാം നാട്ടുകാരെന്നെ സഹായിച്ച്. അത് നാട്ടുകാർ സഹായിക്കാൻ എൻ്റെ ദൈവം അവർക്കൊരു മനസ്സ് കൊടുത്തതാണ്. നാട്ടുകാർ സഹായിക്കണമെങ്കിൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു അവർക്കെല്ലാം ഒരു മനസ്സ് കൊടുത്ത് എന്നെ സഹായിക്കാൻ, എൻ്റെ താങ്ങും തണലുമായിട്ട് വലതും ഇടതും മുമ്പും പിമ്പും കാവലായിട്ടില്ലേ, ദൂതന്മാരെ കാവലയക്കുമെന്ന് പറയുന്ന പോലെ എല്ലാം അയച്ച് എൻ്റെ ഓപ്പറേഷനുകളെല്ലാം കഴിഞ്ഞു, എല്ലാതും നടന്നു. വീണ്ടും ഞാൻ പോയപ്പോൾ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ ഡിസ്കെല്ലാം കംപ്ലൈൻ്റായി, ഡിസ്കെല്ലാം അകലാൻ തുടത്തി. പിന്നെ കാലെടുത്ത് നടക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. കട്ടിങ്ങാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്, കട്ടിങ് മാഷായിട്ട്. നിൽക്കാൻ പറ്റാണ്ടായി, എനിക്ക് ഇടത്ത് ഭാഗം തീരെ പറ്റാണ്ടായി. അങ്ങനെ പോകും, തീരെ കയ്യാണ്ടാവുമ്പോൾ നാട്ടിലേക്ക് വരും, കുറച്ചൊന്ന് ചികിത്സയെല്ലാം എടുത്ത് വീണ്ടും പോകും, വീണ്ടും കയ്യാണ്ടാവും. പിന്നെ ഒന്നിനും പറ്റാണ്ടായി, എനിക്ക് ഇടത്ത് ഭാഗം തീരെ പറ്റാണ്ടായി, ഒരു കാലടി വെക്കാൻ പറ്റാണ്ടായി. ഡോക്ടർമാർ പറയും ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അങ്ങനെ ചെറിയൊരു ഓപ്പറേഷൻ ചെയ്ത്. അന്ന് എല്ലാ നാട്ടുകാരെന്നെ എന്നെ നോക്കുന്ന, നാട്ടുകാരെ വീട്ടിലും അവിടെ ഇവിടെയും കടന്ന് പല വീടുകളിലും ഞാൻ കടന്നിട്ടുണ്ട്. പല ആൾക്കാരും നിന്ദിക്കലും പല ആൾക്കാരെ മുഖങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. എന്നാലും എൻ്റെ മനസ്സിൽ ഒരു ആനന്ദമില്ലത്, എനിക്കൊരാനന്ദം, ഒരു സമാധാനം എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടല്ലോ. എൻ്റെ കർത്താവ് എന്നെ കൈവിടൂല, എവിടെയും കൈവിടൂല. അതിൽ ഒറ്റ സമാധാനം. എനിക്ക് വീടില്ലെങ്കിലും ഒരു വിഷമമില്ല, ഇനി പിച്ചെടുത്താലും എനിക്ക് വിഷമമില്ല. എല്ലാം ഇത് കാച്ചി തിളങ്ങുന്ന ഒരു പൊന്നാക്കി തീർക്കാനാണ് അന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഈ ശരീരം കർത്താവിൻ്റെ ശരീരമാണ്. കർത്താവിൻ്റെ പണി തീർക്കുന്ന എന്നെ, കൊസവൻ്റെ കാലം പണി തീർക്കുന്ന പോലെ എന്നെ തിളങ്ങുന്നത് പോലെ ആക്കി തീർക്കുന്ന അതിൽ ഒറ്റ സന്തോഷമില്ല. അങ്ങനെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് തീരെ എനിക്ക് പറ്റാണ്ടായി, ഒരു വിധത്തിലും പറ്റുന്നില്ല എനിക്ക് ജോലി എടുക്കാൻ. ബെൽറ്റ് കെട്ടു, ഒരു ദിവസം 22, 23 ഗുളികകൾ കഴിക്കും ഞാൻ 2 നേരം വെച്ചിട്ട്. എവിടെ പോകുമ്പോൾ എൻ്റെ ഒരു മരുന്നിൻ്റെ കെട്ട്, എല്ലാവരും എൻ്റെ കളിയാക്കും, ഓ നീ മരുന്നും കെട്ട്, നിൻ്റെ ഈ മരുന്നും കെട്ട് നീ കളയണം, നിൻ്റെ ഈ മരുന്നും കെട്ട് കൊണ്ടെന്നാൽ നീ നടക്കുന്നത്, നിൻ്റെ ഈ കെട്ടും കിഴിയും ഒന്നും ചാടാനായിട്ടില്ലേ, നിൻ്റെ ഈ കെട്ടും കിഴിയും ഗുളിക എപ്പം നോക്കിയാൽ നിൻ്റെ കയ്യിൽ എന്താന്ന് മറ്റെല്ലാം കളിയാക്കും. പക്ഷേ ആ കളിയാക്കുന്നവർക്കെല്ലാം ദൈവം
അവർ പിന്നെ എന്നോട് പറയാൻ തുടത്തിന് എനിക്ക് സുഖമില്ല, ഞാൻ ഇപ്പോൾ ഡോക്ടറെ കാണിച്ചു തോന്നുന്നു, ഓപ്പറേഷൻ ചെയ്തു, എനിക്ക് അങ്ങനെയാ ഇങ്ങനെയാന്ന് പറയും. ഞാൻ അതിനൊന്നും പറയില്ല. എന്നെ കളിയാക്കിയവർക്കല്ലേ, എന്നെ കളിയാക്കിക്കോട്ടെ, സാരമില്ല അന്ന് പറഞ്ഞിട്ട് ഞാനിരിക്കും. ഓരോ സ്ഥലത്തും ഞാൻ പോയിട്ട് ഒരു കടക്കാനുള്ള ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പെണ്ണല്ലേ, സുരക്ഷിതമായുള്ള സ്ഥലത്ത് പോയി കിടക്കണമല്ലേ, നമുക്ക് റോഡ് കിടക്കാനാവില്ലല്ലോ. ഒരുപാട് വീടുകളിൽ കൊലയിൽ കിടന്നിട്ടുണ്ട് ഞാൻ, ഒരുപാട് വീടുകളിൽ ഒരു അന്തി പാർക്കാനും വേണ്ടിയിട്ട്. എന്നാലും എനിക്ക് വിഷമമില്ല, ദൈവം ഒരു വീട് ഒരുക്കി തരും എനിക്ക് ഓരോ സമയത്തും. അങ്ങനെ അവസാന നിമിഷം എനിക്കൊരു വഴിയും കാണുന്നില്ല. എൻ്റെ മോനെ ഓഫനേജിൽ നിന്ന് കൊണ്ടുവരണം. കൊറോണ വന്ന സമയം, കൊറോണക്ക് പിന്നെ പണിയില്ലാണ്ടായപ്പോൾ ഞാൻ ഹോം നേഴ്സിന് പോകാൻ തുടങ്ങി. ഹോം നേഴ്സ് പണിയെടുക്കത്ത് ഞാൻ. മോൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകും? എനിക്ക് ഇരിക്കാനൊരു വീടില്ല, എന്ത് ചെയ്യുന്നു എൻ്റെ ഇരിക്കുമ്പോൾ. എനിക്ക് എന്താ പറയണ്ട, ആ കൊറോണ സമയത്ത് ഞാൻ ബാംഗ്ലൂരിലേന് ജോലി എടുക്കുന്നുണ്ടായത്. അപ്പം മോനും കൽപ്പറ്റയാണ് ഉള്ളത്, വയനാട്ടിൽ. അപ്പോൾ ഓനെ ഇനി 10ാം ക്ലാസ് കഴിഞ്ഞാൽ എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ള ചിന്തനയുണ്ടായി. അങ്ങനെ ഞാൻ എന്നെ അറിയുന്ന ഒരു വയസ്സായ ഒരാൾ, ഒരു ഹിന്ദുവാണ്. അപ്പം ഞാൻ അയാളോട് ചോദിച്ച്, എനിക്കിങ്ങനെ താമസിക്കാനേ നിങ്ങൾ. അപ്പോൾ പറഞ്ഞ് വന്ന് താമസിച്ചോ, നീ വാടകയൊന്നും തരണ്ട, ഞങ്ങൾ ഇപ്പുറത്തെ ഭാഗത്ത് താമസിക്കാം, നീ ഇപ്പുറത്തെ ഭാഗത്ത് താമസിച്ചോ, ഞങ്ങൾ ഒരു ഭാഗത്തേക്കെന്ന് പറഞ്ഞ് അവരൊരു ചെറിയ റൂമും ഞങ്ങൾക്കൊരു അടുക്കള പോലത്തെ ഒരു സ്ഥലവും അവർ തന്നു. ഞാൻ മോനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി ഇരുന്ന്. അപ്പോൾ ഓൻ ദൈവത്തിന് അറിയണം, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓനിക്ക് മനസ്സിലാവില്ല. ഓന് 7-8 കൊല്ലം ഈ മുസ്ലിം ഓഫനേജിൽ വളർന്നു വന്ന് അവിടുത്തെ ഖുർആൻ പഠിച്ചതും എടുത്തതും എല്ലാം ആണ്. അപ്പോൾ ഓനിക്ക് ഞാൻ പറഞ്ഞാൽ ഓന് ഉൾക്കൊള്ളൂല, എന്നെ തട്ടിക്കയറുന്നില്ല, എനിക്കറിയാം. അപ്പം ഞാൻ ദൈവത്തിനോട് പറഞ്ഞ്, കർത്താവേ, നിന്നെ ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്ന് മുസ്ലിം സമുദായത്തിന് കർത്താവിനെ അറിഞ്ഞവരെ നാവിൽ നിന്ന് ഓനിക്ക് ദൈവത്തിൻ്റെ സത്യം അറിയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ അങ്ങനെ പല സഹോദരികളടുത്തുനിന്നും അങ്ങനെ എൻ്റെ മോന് ദൈവത്തിനെ അറിയാനായി. ദൈവത്തിനെ അറിഞ്ഞ് അവർ സത്യം പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് അവർ മനസ്സിലാക്കിയപ്പോൾ ഓന് എൻ്റെ മകന് ഖുർആനും ദൈവത്തിൻ്റെ വചനവും കൂടി നോക്കുന്ന സമയത്ത് സത്യം എന്താണെന്നില്ല അവനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ മഞ്ചേരിയിൽ ഒരു സ്ഥലത്ത് പോയി നിന്ന്, അലവി അച്ഛൻ്റെ അവിടെ 1 മാസം 1.5 മാസത്തോളം എൻ്റെ മോനെയും കൂട്ടി അവിടെ പോയി നിന്ന്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കാര്യങ്ങളെല്ലാം അലവി അച്ഛൻ എന്ന് പറയുന്ന അവരെ എല്ലാം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി, അവനെ അവിടെ നിന്ന് വായിച്ച്. അപ്പം ദൈവത്തിൻ്റെ സത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകണം. ദൈവത്തിനോട് ഇവൻ നേരിട്ട് ചോദിക്കാൻ തുടങ്ങി, എനിക്ക് സത്യം എന്താണെന്നില്ല അറിയണം, എനിക്ക് ഇന്ന സ്ഥലത്ത് പഠിക്കണം, ദൈവം അത് എനിക്ക് ആ കാര്യം സാധിപ്പിച്ചു തരണം കർത്താവേന്ന് പറഞ്ഞിട്ട് ഇവൻ പറയാൻ തുടങ്ങി. അപ്പോൾ ഇവനിക്ക് അതേപോലെ തന്നെ കൽപ്പറ്റ NSS സ്കൂളിലേക്ക് +1 + 2 ചേർക്കാൻ അവിടെ സീറ്റ് കിട്ടി അവനിക്ക്. അപ്പോൾ അവൻ പറഞ്ഞ് എന്നോട് വിളിച്ചിട്ട്, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് സീറ്റ് കിട്ടി എന്ന് പറയാനായി. ഞാൻ പറഞ്ഞു, ശരി മോനെ, നമുക്ക് അവിടെ പോയി ചേർക്കാമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പണമില്ല. ദൈവം പല വഹിക്കുന്നു. ഏലിയാവിന് കാക്കയിൽ എങ്ങനെയാണ് ഭക്ഷണം എത്തിച്ചു കൊടുത്ത പോലെ എന്നെ മോനെ പഠിപ്പിക്കാൻ അവിടെയും താങ്ങും തണലുമായി. ഞാൻ വയസ്സായ ഒരു വീട്ടിൽ, അച്ഛൻ എന്ന് പറയുന്ന ആ വീട്ടിൽ, അവരുടെ വീട്ടിൽ താമസിച്ച് മോനെ അവിടെ നിന്ന് 2 കൊല്ലം പഠിപ്പിച്ച് ഞാൻ. പഠിപ്പിക്കുന്ന സമയത്താണ്, അതിൻ്റെ ഇടക്കാണ് എനിക്ക് തീരെ സുഖമില്ലാണ്ടാകുന്നത്. തീരെ 2 ഭാഗത്തും കാലെടുത്ത് വെക്കാൻ പറ്റാണ്ട്, നടക്കാൻ പറ്റാണ്ട്, എനിക്ക് ഒരടി നടക്കാൻ പറ്റുന്നില്ല. വേദന കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. കൗത്തിലത്തെ പെടനീൻ്റെ എല്ലിനവിടെ തയമാനം വന്നിട്ട് അതിൻ്റെ വേദന വേറെ. അങ്ങനെ അസുഖം കൊണ്ട് ഇങ്ങനെ പൊരിയുന്ന സമയത്തും ദൈവം കൈവിട്ടില്ല. എൻ്റെ മോനെ +2 വരെ പഠിപ്പിക്കാൻ പല സ്ഥലത്തുനിന്നും സഹായിച്ച് പഠിപ്പിച്ചു. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എൻ്റെ ദൈവം എനിക്ക് തക്ക സമയത്തെല്ലാം എത്തിച്ചു തന്നു. എന്താ പറയണ്ടേ, കർത്താവിന് സാധ്യമില്ലാത്തൊന്നുമില്ല. വചനം ഞാനിങ്ങനെ വായിക്കും, ഓരോ വചനം വായിക്കും. എനിക്ക് മലയാളം അറിയില്ലല്ലോ, അതിനെക്കൊണ്ട് ഞാൻ കർത്താവിനോട് പറയും, ഈ വചനം പിടിച്ച് ഈ വചനം ഞാൻ നെഞ്ഞിലേക്ക് ചേർക്കും. കർത്താവേ, ഇതിലെ വചനങ്ങൾ എന്താന്നില്ല എനിക്ക് നീ പഠിപ്പിച്ചു തരണം, എനിക്കൊന്നും അറിയില്ല, ഇതിലത്തെ അക്ഷരങ്ങൾ നീ എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് മലയാളം പഠിക്കണം, മലയാളത്തിൻ്റെ ബൈബിൾ അല്ലാണ്ട് എനിക്ക് വേറെ ഒരു ബൈബിളും പഠിക്കണ്ടെന്നില്ല, ഒറ്റ ഇതായിരുന്നു. എൻ്റെ ദൈവം ഈ വചനം എന്നെ പഠിപ്പിച്ചു തന്നു. ഈ വചനം ഒരക്ഷരം മലയാളം അറിയാത്ത ഞാൻ കൂട്ടി വായിച്ച് എനിക്ക് അക്ഷരം പരിശുദ്ധാത്മാവിൽ കൂടെ എനിക്ക് പറഞ്ഞു തന്ന് എന്നെ പഠിപ്പിച്ച് എൻ്റെ കർത്താവാണ്. ആ വചനം ജീവനുള്ള വചനമാണ്. ആ വചനം രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിട്ടുപോകില്ല. ആ കത്തുന്ന വചനമാണ്, സത്യത്തിൻ്റെ കത്തുന്ന വചനമാണത്. എൻ്റെ ഹൃദയത്തിൽ ഓരോ വചനങ്ങൾ ഞാൻ പഠിച്ചതും ചർച്ചയിൽ പോകുമ്പോൾ കിട്ടുന്ന വചനങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി ഞാൻ. അതിൽ ഓരോ വചനങ്ങൾ എൻ്റെ മനസ്സിൽ ചില സമയത്ത് ഞാനിങ്ങനെ ദുഃഖിച്ചിരിക്കും, എൻ്റെ വചനങ്ങളിങ്ങനെ വരും.
അത്യുന്നതൻ്റെ മറവിലും സർവശക്തൻ്റെ നേലിങ്കയിലും മറക്കുന്നവനാണ്. അതുപോലെ ചില സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും, കർത്താവേ, ആകാശവും ഭൂമിയും നീയാണ് ഉണ്ടാക്കി, എനിക്ക് എവിടെ നിന്ന് സഹായം വരും? എൻ്റെ യഹോവയിൽ നിന്ന് എനിക്ക് സഹായം വരും. ഈ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിന് ഇങ്ങനെ പൊട്ടിമുളക്കും. ചില സമയത്ത് വല്ലാണ്ട് ദുഃഖിക്കുന്ന സമയത്ത് ഞാൻ ഈ വചനം എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരും. കർത്താവ് അതുപോലെ എന്നെ നടത്തി. എൻ്റെ മോന് +2 കഴിഞ്ഞു. ഇനി അവനിക്ക് ഡിഗ്രി പഠിക്കണം എന്നില്ല ആഗ്രഹമുണ്ട്. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യും? കർത്താവിനോട് ഞാൻ പറഞ്ഞു, മോനെ പ്രാർത്ഥിക്ക്, എനിക്ക് പഠിക്കാനില്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ദൈവം നിറവേറ്റി തരും. നിന്റെ ഹീതം പഠിക്കണം എന്നില്ല ദൈവം നടത്തുകയാണെങ്കിൽ നിന്നെ ദൈവം നടത്തും. അത് പഠിപ്പിക്കും. എവിടെ വേണ്ടിക്കും എത്തിക്കാനും ദൈവത്തിന് മതിയായവനാണെന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രാത്രി 3 മണിക്ക് എൻ്റെ മുമ്പിൽ സങ്കീർത്തനം 71 ബൈബിൾ തുറന്ന് കാണുന്നത്. ഞാനത് വായിക്കുന്ന ഉറക്കത്തിൽ നേരം വെളുത്ത് ഞാൻ 3 മണിക്ക് തന്നെ ആ വചനം എൻ്റെ ചുവട്ടിൽ കേൾക്കുന്നുണ്ട്. ഞാനിങ്ങനെ ബൈബിൾ തുറക്കുന്നത് കാണുന്നു. അപ്പാണ് ഞാൻ എണീച്ച് ഇരുന്ന് ആ ബൈബിൾ എടുത്ത് ആ വചനം എടുത്ത് വായിച്ചു. എനിക്ക് അക്ഷരം കിട്ടുന്നില്ല. ആ വചനം ഞാൻ തപ്പിത്തടഞ്ഞു. ഓരോ അക്ഷരം കൂട്ടിയ അക്ഷരത്തിൽ സങ്കീർത്തനം 75 വായിച്ചു. കർത്താവ് മോനോട് പറഞ്ഞ്, മോനെ നീ വായിക്കണം, ഈ വചനം തന്നെ നീയും വായിക്കണം എന്ന് പറഞ്ഞ് ഓനും ആ വചനം വായിച്ച്. ഞാൻ പറഞ്ഞ വചനം ഓനും വായിച്ച്. എനിക്കിത് സ്വപ്നത്തിൽ കണ്ട വചനാണ് എന്ന് ഞാൻ പറഞ്ഞ്. അപ്പോൾ ഓൻ പറഞ്ഞ്, ഉമ്മാക്ക് സ്വപ്നത്തിൽ വചനം കണ്ടോ? അതെ, ഞാൻ ഈ വചനം കണ്ടത്, നീ വായിക്ക് ശരിക്കും. ഓ മലയാളം പഠിച്ചാണ്, നല്ലോണം വായിക്കും നീ ഒന്ന്. ഞാൻ തപ്പിത്തടഞ്ഞ് വായിച്ചിട്ടുണ്ട്, നീ ഒന്ന് നല്ലോണം വായിക്കുന്ന പറഞ്ഞ്. അത് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ, എൻ്റെ മോനെ പഠിപ്പിക്കാൻ യാതൊരു വയ്യുമില്ല. എന്ത് ചെയ്യുന്നു എൻ്റെ ഇരിക്കുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു വിളി വന്നു, നിൻ്റെ മോനിക്ക് എത്ര പൈസ വേണം പഠിക്കാൻ എന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു, ഇത്രയും വേണം. കോളേജ് കണ്ടെത്തി ഞാൻ. കോളേജ് ആരും പറഞ്ഞിട്ടോ ഏജന്റ് മുഖാന്തരം ഒന്നുമല്ല, ഒരു കോളേജ് കണ്ടെത്തി ഞാൻ. എൻ്റെ മോനെ കൂട്ടിക്കൊണ്ടെന്ന് അവിടെ ചേർക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി. ഓർഫനേജ് ഇതിൽ വിടണം, ഹോസ്റ്റലിലാക്കണം, അതിന് പൈസ വേണം, ഫീസിൻ്റെ പൈസ. ദൈവം തമ്പുരാനെ ഏത് വഴിയിൽ നിന്ന് വന്നെത്തിയോ എന്ന് എനിക്കറിയില്ല. ഏത് വഴിയിൽ നിന്ന് ആ ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിലെ വാതിൽ തുറക്കുന്നത് പോലെ എൻ്റെ മകൻ്റെ മുമ്പിൽ തുറന്ന് അവനെ 3 കൊല്ലം ഡിഗ്രി പഠിപ്പിച്ച്. എനിക്കൊന്നും അറിയില്ല, എവിടെ നിന്ന് വന്ന് എന്ത് വന്ന് എനിക്ക് ഒറ്റൊന്നറിയാം. എൻ്റെ കർത്താവിൻ്റെ ആണിപ്പാടിലെ കാൽപാദത്തിൻ്റെ അടിയിൽ ഞാൻ മുട്ടുകുത്തുന്ന കരയുന്നു. ഇത് മാത്രമേ എനിക്കറിയൂ. എനിക്ക് എവിടെ നിന്ന് വരുമെന്നില്ല, ഒന്നും അറിയില്ല. എൻ്റെ കർത്താവിൻ്റെ കാൽപാദം മാത്രമേ എനിക്കറിയൂ. രാവും പകലും ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കൂ, കർത്താവേ എന്ത് ഞാൻ ചെയ്യണോ? നീയാണ് അവൻ്റെ സ്പോൺസറും അമ്മയും അപ്പനും നീയാണ്. എനിക്ക് പഠിപ്പിക്കാൻ യാതൊരു വഴിയില്ല, എന്തു ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല പ്രാർത്ഥനയായിരുന്നു. എൻ്റെ മകൻ ഡിഗ്രി കഴിഞ്ഞു, എല്ലാം ചെയ്തു. 2023 ഞാൻ കൽപ്പറ്റ ടൗണിൽ നിന്ന് മരുന്ന് മേടിച്ച്, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മേടിച്ച് മുറിയത്തിൽ റോഡ് കടന്ന് വരുന്ന പെട്ടെന്ന് എൻ്റെ ബാലൻസ് പോയി റോട്ടിൽ വീണ് വാഹനങ്ങളെല്ലാം 2 സൈഡിൽ നിന്ന് എന്നെ ആരോ വന്ന് പൊന്തിച്ചെടുത്തതെന്ന് എനിക്കറിയില്ല. എന്നെ പൊന്തിച്ച് കുടഞ്ഞെടുത്തു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾ, വലിയൊരു മനുഷ്യനെ കാണുന്നുണ്ട്. എനിക്ക് ഈ വലത്തെ കൈ ഇങ്ങനെ ഒടിഞ്ഞ് റോട്ടിൽ വാരിയല് വെച്ച് അടിച്ചിട്ടാണ് വീണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു എൻ്റെ ജീവൻ പോകുകയാണെന്ന് വിചാരിച്ചു. എൻ്റെ ജീവൻ പോയോണ്ടിരിക്കുന്ന വേദന കൊണ്ട്. അപ്പോൾ ഞാൻ ഈ കൈ നീർത്തിയിട്ട് ഞാൻ കർത്താവിനോട് സ്തോത്രം പറഞ്ഞ്, ഞാൻ എന്നെ ഓട്ടോയിൽ കൊണ്ട് ഇരുത്തിയപ്പോൾ ഈ കൈ നീർത്തിപ്പിടിച്ച് ഞാൻ കർത്താവിനോട് സ്തോത്രം പറഞ്ഞ് ഞാൻ ആ കർത്താവിനെ ഈ കൈയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ഇടത്തെ കൈ കൊണ്ട് കൈയും നെഞ്ഞും എൻ്റെ ഭാര്യയിലും ഞാൻ പിടിച്ചമർത്തിയിരുന്നു. വേദന, എൻ്റെ ജീവൻ ഇങ്ങനെ ഉരുകിപ്പോകുന്ന പോലെയുണ്ട്. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പാ എന്താണിത്? എനിക്കൊന്നും അറിയുന്നില്ലപ്പാ. ഈ വേദന എനിക്കൊന്ന് സമാധാനമാക്കി തരണോ? എൻ്റെ ജീവൻ പോവുകയാണോ? ഇല്ല, എൻ്റെ ജീവൻ നീ നിലനിർത്തുകയാണോ? എനിക്കറിയുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഓട്ടോയിൽ കൈ ഇങ്ങനെ മേലോട്ട് പൊന്തിച്ചു പിടിച്ചു. 3 ദിവസം ആ വേദന കൊണ്ട് കടന്ന് എനിക്ക് മൂക്കുന്ന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ഡോക്ടറെ അടുത്ത് പോകാൻ പറഞ്ഞ് ഞാൻ പോയിട്ടില്ല. എൻ്റെ അടുത്തുണ്ടായ ടാബ്ലറ്റ് എല്ലാം കുടിച്ചിരുന്നു ഞാൻ. അങ്ങനെ ഈ വലത്തെ കൈ വീണ് ഒടിഞ്ഞ് അതിൻ്റെ മസിൽ പൊട്ടി എനിക്ക് കൈ അനക്കാൻ പറ്റാണ്ടായി, ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. അങ്ങനെ ഒരു ആയുർവേദ ആസ്പത്രിയിലേക്ക് എന്നെ ഒരു ഓട്ടോ ആക്കിയിട്ട് കൊണ്ടുപോയി. അവിടെ അഡ്മിറ്റാക്കി പച്ചമരുന്ന് വെച്ച് കെട്ടി. ഭാര്യയിലിന് 2 ഭാര്യയിൽ ചതഞ്ഞു പോയി. ഈ കൈയിൻ്റെ മസിൽ പൊട്ടി, കൈയിൻ്റെ ശക്തി കുറഞ്ഞു പോയി.
അങ്ങനെ ഇരിക്കുമ്പോൾ 1.5 മാസം ഞാൻ ആസ്പത്രിയിൽ അഡ്മിറ്റായി. എല്ലാം ദൈവത്തിൻ്റെ വഴിയാലെ ഓരോരുത്തരും തന്നിട്ടും പിടിച്ചിട്ടും ദൈവം എനിക്ക് ആ മരുന്നിനില്ലേ കാര്യങ്ങളെല്ലാം ദൈവം തന്നെ നടത്തി. എൻ്റെ കയ്യിൽ ഒരു ഉറപ്പില്ല. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ശേഷം എനിക്ക് തീരെ പണിയെടുക്കാൻ പറ്റാണ്ടായി. ഇപ്പം 4 വർഷമായി ഞാൻ ഒരു ഉറുപ്പ് എന്നെ പണിയെടുക്കുന്നില്ല. എൻ്റെ കൈ കൊണ്ട് സാധ്യമില്ല. എൻ്റെ മുടിയെല്ലാം മൊട്ടയടിച്ച് എനിക്ക് എൻ്റെ മകന് ഒരു കൂടെ ഇല്ലാണ്ട് പോയാൽ ഒന്നിനും നടക്കൂല. എന്തിനും ഓനൊരു സഹായത്തിന് വേണം. ഇപ്പം എനിക്ക് ബാലൻസ് പോയിട്ട് വീണ്ടും ഇപ്പം നടക്കുമ്പോൾ എല്ലാം വീകുന്ന റോട്ടിലല്ല. ഇപ്പം മോനില്ലാണ്ട് ഒരു സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റുന്നില്ല. എവിടെയും ഒറ്റയ്ക്ക് പോക്കില്ല. ഇപ്പം ഫുള്ള് കംപ്ലൈൻ്റ് ആയി. ഈ വീണിട്ട് ഈ കയ്യിൻ്റെ മസിൽ പൊട്ടിയിട്ട് വേദന കൊണ്ട് എനിക്ക് ഒന്നും പറ്റുന്നില്ല. പെടനീൻ്റെ എല്ലിന് തേയ്മാനം, നട്ടെല്ല് ഫുള്ള് കംപ്ലീറ്റ് പോയി കിടക്കുക. എന്നാലും ദൈവം എന്നെ ഓരോ ദിവസങ്ങൾ ഇത്ര വിലയില്ലെങ്കിലും ഞാൻ നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തിലേക്ക് സമർപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളും വേണ്ടുന്നത് പോലെ ദൈവം എന്നെ നടത്തുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. എൻ്റെ മോൻ ഇപ്പം ഡിഗ്രി കഴിഞ്ഞു. അവനിക്കും കുറച്ച് സുഖമില്ല. ഓൻ്റെ 10 കൊല്ലം മുമ്പ് ഓനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി, ഓഫനേജിൽ കൊണ്ടാക്കിയെത്തുന്നത് വീട്ട് ഓൻ്റെ മുമ്പിലത്തെ പല്ല് പൊട്ടിയതിൻ്റെ പിന്നെ അണ്ണാക്കിൻ്റെ ഉള്ളിലും മൂക്കിൻ്റെ താഴെയായിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ രക്തം കെട്ടിക്കിടക്കുന്നത് ഇപ്പോഴാണ് അത് പുറത്തേക്ക് വന്നത്. ആ പുറത്തേക്ക് വന്ന കാരണം കൊണ്ട് ഇപ്പം വേദനയായി. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഓൻ ബൈബിൾ ക്ലാസ് പഠിക്കാൻ പോകുന്ന ആഴ്ചക്ക് 1-2 ക്ലാസ്സിന് പോകും. അവിടെ ആ വീട്ടുകാരത് കണ്ട് ഓൻ ആസ്പത്രിയിൽ കൊണ്ടുപോയി. ഇവിടുത്തെ ബാംഗ്ലൂർ ഏറ്റവും വലിയ ആസ്പത്രിയിൽ അവർ കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഒന്നുമില്ല. എൻ്റെ ദൈവം തരുന്നത് കൊണ്ട് നടത്തുന്നു. എല്ലാ കാര്യം ദൈവം നടത്തുന്ന മാത്രമേ. കെട്ടിയിരിപ്പൊന്നുമില്ല. ദൈവം ഓരോ ദിവസവും മറുഭൂമിയിൽ മൂസക്ക് കൊടുത്ത പോലത്തെ മന്നനെയും സൈന്യങ്ങൾക്ക് കൊടുത്ത മന്നനെയും കാടനെയും തരുന്ന പോലെ, ഏലിയാവിന് കൊടുത്ത അപ്പവും ഇറച്ചിയും പോലെ എന്നെ നടത്തുന്ന എൻ്റെ കർത്താവാണ്. പല വൈക്കുന്നു എൻ്റെ കർത്താവ് ദൈവമക്കൾക്ക് ആലോചന കൊടുത്ത് ഓരോരുത്തർ സഹായത്തിലാണ് ഈ 4 കൊല്ലം ഞാൻ ജീവിക്കുന്നത്. അതുവരെ ഞാൻ അരയിൽ ബെൽറ്റ് കെട്ടിയിട്ടും മരുന്ന് കുടിച്ചിട്ടും ജോലി എടുക്കുന്നുണ്ടായി. ഇപ്പം 4 കൊല്ലം 5 കൊല്ലത്തിൻ്റെ അടുത്തായി എനിക്ക് തീരെ ഒന്നിനും പറ്റാത്തൊരവസ്ഥ. കാണാനൊന്നുമില്ല. പക്ഷേ ദൈവം തമ്പുരാന് മാത്രമേ എൻ്റെ ശരീരത്തിൽ എന്താ ഇല്ലതെന്നറിയൂ. എൻ്റെ പിത്തസഞ്ചിയിൽ ഒരു മുഴ വന്ന് ആ മുഴ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്ന. ഡോക്ടർമാർ അതിന് സ്കാനിങ് എടുത്തു, എല്ലാതും ചെയ്തു. CT സ്കാനിങ് എടുത്തു. ഡോക്ടർ പറയും ഇപ്പം ഇത് പൊട്ടാനായിട്ടുണ്ട്, ക്യാൻസറിലേക്ക് ബാധിച്ചിട്ടുണ്ട്, അത് പഴുത്തിട്ടുണ്ട്, ഇപ്പം പൊട്ടും എന്ന് പറയും. ഞാനപ്പം പറയും വേദന കൂടുമ്പോൾ സഹിക്കാൻ കഴിയാണ്ടാവുമ്പോൾ ഈ ടെസ്റ്റുകളൊന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരെ വായിന്ന് ഇതാന്ന് കേൾക്കുന്നത്. അപ്പം ഞാൻ പറയും എൻ്റെ കർത്താവ് അറിയാണ്ട് ഒന്നും നടക്കൂല. ഇനി പഴുപ്പ് വന്നോ, ക്യാൻസർ വന്നോ, ഇനി പൊട്ടുന്നുണ്ടോ, പൊട്ടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ആണിപ്പാടിലെ കരങ്ങളിലേക്ക് ഞാൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കും. മരുന്ന് എഴുതിയാൽ ഞാൻ ഒരു 3 ദിവസത്തിന് 7 ദിവസത്തിന് ഇല്ല മരുന്ന് മേടിക്കും. ഞാൻ അതിൽ കൂടുതൽ ഞാൻ മേടിക്കില്ല. പിന്നെ അത് കുടിക്കണമെങ്കിൽ പകുതി കുടിക്കും, പകുതി അവിടെ വെക്കും. എപ്പെങ്കിലും വേദന വരുമ്പോൾ അത് കുടിക്കും. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു 4-5 മാസമായിട്ട് വീണ്ടും വേദന കൂടി. വേറൊരു വേദന, ഭയങ്കരപ്പെട്ട വേദന. എനിക്ക് ചോറ് വേണ്ട, കഞ്ഞി വേണ്ട, ഒരു ഭക്ഷണവും വേണ്ട, വിശപ്പില്ല, വയറ് വന്ന് വീർക്കുന്നു. കൊണ്ടുപോയി ടെസ്റ്റായപ്പോൾ അവർ പറഞ്ഞ് ലിവറിൻ്റെ മുകളിലൊരു മുഴയുണ്ട്, ലിവർ വന്ന് വീർക്കുന്നതാണ്, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ മേത്ത് ഇനി ഒരു കത്തി വെക്കുന്ന കാര്യമില്ല. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളാണ് എന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതും എന്നെ നിലനിർത്തുന്നതും. എൻ്റെ അസുഖത്തിൻ്റെ കാര്യം ദൈവത്തിന് അറിയാത്ത ഒരു കാര്യമില്ല. ഡോക്ടർമാർ പറയട്ടെ, എൻ്റെ വൈദ്യനും എൻ്റെ ഡോക്ടറും എല്ലാം എൻ്റെ കർത്താവാണ്. എൻ്റെ ശരീരത്തിൽ ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു CT സ്കാനിങ് എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് കംപ്ലീറ്റ് നാഡി നരമ്പുകളെല്ലാം തളർന്നു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് മരുന്നൊന്നും പിടിക്കാത്തതെന്ന് പറഞ്ഞ്. ആ മരുന്ന് കുടിക്കുമ്പോൾ മാത്രമേ ചെറിയൊരു ആശ്വാസം ഉണ്ടാവും എന്നതിന് ശേഷം അല്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ശരി, എൻ്റെ കർത്താവ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടഞ്ഞത് എൻ്റെ കർത്താവ്. എൻ്റെ കർത്താവിനറിയാത്ത എൻ്റെ ശരീരത്തിൽ ഒരു നാഡി നരമ്പും ഒരു തലമുടി നാര് പോലും ഇല്ല. ആ ദൈവം എത്ര കാലം എനിക്ക് ബലവും ശക്തിയും ആയുസ്സിന് നീട്ടിട്ടിട്ടുണ്ട്, അതുവരെ ഞാൻ ഉണ്ടാവും എന്നില്ല ഉറപ്പാണ്. കർത്താവിനോട് ഒന്ന് തേടും ഞാൻ, കർത്താവ് എന്നെ തീട്ടത്തിലും മൂത്രത്തിലും ഒന്നും കടത്താണ്ട് എന്നെ നടത്തണം നീ. ഇത് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നില്ലൂ, വേറെ ഒന്നുമല്ല. എൻ്റെ രോഗം എന്തുണ്ടെങ്കിലും അത് ദൈവത്തിന് അറിയാത്തത് എൻ്റെ ശരീരത്തിൽ ഒന്നുമില്ല. എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എത്രയോ രോഗികൾ കിടക്കുന്നുണ്ട്, എത്രയോ രോഗികളായി കിടക്കുന്നവരുണ്ട്.
എത്രയോ മക്കളുണ്ട്, എത്രയോ യൗവനക്കാരുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. അത് ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ, സൂം മീറ്റിങ്ങിൽ കേൾക്കുമ്പോൾ എല്ലാം ഞാൻ അപ്പം പ്രാർത്ഥിക്കും, കർത്താവേ നീ അവർക്ക് സൗഖ്യം കൊടുക്കണേ. ഞാൻ കുമ്പിട്ടിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. എന്നെ എന്നെ നടത്തുന്ന ദൈവത്തിനറിയാത്തതൊന്നുമില്ല. എന്നെ നടത്തുന്ന ദൈവത്തിനറിയാത്തതൊന്നുമില്ല. ആർക്കറിഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ ദൈവത്തിനറിയും. ആരോട് പറഞ്ഞാൽ ചിലപ്പം കളിയാക്കി ചിരിക്കും, ഓളെ കാണാൻ എന്തുണ്ട് എന്നുള്ളത്. എൻ്റെ വേദന എനക്കും എൻ്റെ ദൈവത്തിന് മാത്രമേ അറിയൂ. ആ ദൈവം എന്നെ നടത്തുന്ന, എത്ര വേദന ഉണ്ടെങ്കിലും എത്ര അസുഖം ഉണ്ടെങ്കിലും എൻ്റെ ദൈവം എനിക്കൊരു മനസ്സിലൊരു സമാധാനവും ഒരു സന്തോഷവും എനിക്ക് വേറെ തന്നെ തരുന്നുണ്ട്. എന്തു വന്നാലും ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവത്തിനെ അറിഞ്ഞതിനെ കൊണ്ടല്ല, ദൈവം നമ്മളെ താട്ടി കാച്ചി ഉരുക്കി പൊന്നാക്കി തീർക്കുന്ന, മുത്താക്കി തീർക്കുന്നതാണ് ഇതെല്ലാം. ദൈവം കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നതാണ്. ദൈവം നമ്മളെ തള്ളിക്കളയാനോ ഇങ്ങനെ വരട്ടേന്നോ അങ്ങനെ വരട്ടേന്നോ ഒന്നുമല്ല. ഇപ്പം ഞാനൊരു 4 മാസമായിട്ട് 4-5 മാസമായിട്ട് ഞാൻ ഈ ഒരു ദിവസം 22-24 ഗുളിക കുടിക്കുന്ന ഇപ്പം ഞാൻ ഗുളിക കൂടി നിർത്തി. ഞാൻ കർത്താവിനോട് പറഞ്ഞ് എനിക്കിനി ഗുളിക കുടിക്കാനാവില്ല, ഞാൻ കുടിക്കുന്നില്ല, എനിക്ക് എൻ്റെ വചനം എനിക്ക് മരുന്നാക്കി തരണം. സങ്കീർത്തനം 103 ദിവസം ഞാൻ വായിക്കും. ഒരു ദിവസം വിടാണ്ടല്ല, രാവും പകലും എപ്പോൾ എല്ലാം സമയം തോന്നുന്നു അപ്പം എല്ലാം ഞാൻ വായിക്കും അതെടുത്തിട്ട്. എൻ്റെ കർത്താവ് എന്നെ കഴുകനെ പോലെ ഉയർത്തണം, എന്നെ കൈകനെ പോലെ ചിറകടിച്ചുയർത്തണം. എൻ്റെ അസുഖം എൻ്റെ കർത്താവ് മാറ്റിത്തരും, എനിക്ക് ബലവും ശക്തിയും തരും. ഇപ്പം ഞാൻ കുടിക്കുന്ന ആകെ ഒരു 3 ടാബ്ലറ്റാണ് കുടിക്കുന്നത്. ഞാൻ 3 ടാബ്ലറ്റ്, ഒരു ദിവസം 22 ടാബ്ലറ്റ് കുടിക്കുന്നിടത്ത് ഞാൻ 3 ടാബ്ലറ്റാണ് കുടിക്കുന്നത്. എത്ര വേദന വന്നാലും ഞാൻ ദൈവത്തിനോട് പറയും, നീ എനിക്കത് സഹിക്കാനില്ല, കരുത്ത് നീ എനിക്ക് തരണം, എനിക്ക് വേറെ ഒന്നും വേണ്ട. എന്ത് വേദന തന്നാലും നീ അത് സഹിക്കാനില്ല, ക്ഷമയും കരുത്തും ആരോഗ്യം നീ തരണോ എന്ന് പറയും ഞാൻ. എനിക്ക് ജോലി എടുക്കാൻ പറ്റുന്നില്ല, കുറച്ച് നേരം എന്തെങ്കിലും ഒന്ന് എടുക്കുമ്പോഴേക്കും എനിക്ക് വേദന കൊണ്ട് സഹിക്കാനാവില്ല. വലത്തെ കൈക്ക് തീരെ ശക്തിയില്ല, 1 ലിറ്റർ വെള്ളം എടുക്കുമ്പോഴേക്കും വീണു പോകും. കാണാൻ ആര് കണ്ടാലും വിചാരിക്കും ഇവർക്ക് എന്ത് രോഗം ഉണ്ട് എന്നില്ല. ആ ദൈവവും ഞാനും മാത്രമേ അറിയുന്നില്ലൂ, ദൈവവും ഞാനും മാത്രം അത് പങ്കുവെക്കുന്നത്. എന്നാലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞാൻ മറ്റുള്ളവരെ രോഗം, ഇന്ന് ക്യാൻസർ രോഗം, പല പല രോഗത്താൽ ഞാൻ കുമ്പിട്ട് നിലത്ത് തല വെച്ച് മുട്ടുകാല് കുത്തി ഇരുന്ന് കരഞ്ഞ് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഈ ലോകത്തിലെ മഹാമാരി രോഗങ്ങൾ, സഹിക്കാൻ പറ്റാത്ത രോഗങ്ങൾ, എത്രയോ ജനങ്ങളുണ്ട് രോഗികളായി കിടക്കുന്നവർക്ക് നീ വിടുതൽ കൊടുക്കണേ, നിൻ്റെ ആണിപ്പാടിലെ കരങ്ങൾ കൊണ്ട് അവർക്ക് തടകി സൗഖ്യം കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഞാൻ വേണ്ടി പ്രാർത്ഥിക്കലില്ല, എന്നെ കർത്താവിലേക്ക് ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി കർത്താവ് അവിടെ നോക്കിക്കോളൂ എന്നെ. അതേപോലെ എൻ്റെ മോൻ്റെ കാര്യത്തിൽ അവനിക്ക് ഇത്രയും ഉള്ളിലൊരു രക്തക്കട്ടിയായി കിടക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ദൈവം വെളിപ്പെടുത്തി തന്ന് അത് ഇപ്പം കണ്ടത് നന്നായി എന്ന് ഡോക്ടർമാർ പറഞ്ഞ്. അവൻ പഠിക്കാൻ പോകുന്ന ബൈബിൾ ക്ലാസ്സിന് പോകുന്ന സ്ഥലത്തില്ല, ഒരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്റർ എല്ലാ ആസ്പത്രിയിലും അവനെ കൂട്ടിക്കൊണ്ടുപോയി അത് വേണ്ടുന്ന പോലെ എല്ലാം ചെയ്ത് ഇപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് 3 മാസമായി ആ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ എല്ലുകളെല്ലാം, ആ രക്തം കട്ടി നിന്ന ആ രക്തം അവിടുത്തെ എല്ലുകളെല്ലാം ദ്രവിച്ചു പോയി എന്നാണ് പറഞ്ഞത്. ആ പല്ലുകൾ 3 പല്ലിൻ്റെ നരമ്പുകളെല്ലാം ദ്രവിച്ചു പോയിട്ടുണ്ട്. ഇനി 3 പല്ല് റൂട്ട് കനാൽ ചെയ്യണം. പിന്നെ ഈ കട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നിച്ച് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല, ഓപ്പറേഷൻ ചെയ്താൽ അത് ബ്രെയിനിലേക്കും തലയിലേക്കെല്ലാം ബുദ്ധിമുട്ടായിട്ട് വരും എന്നാണ് പറഞ്ഞത്. അതിനെക്കൊണ്ടത് കുറച്ചായിട്ട് അത് ആ കട്ടിനെ പല്ലിൻ്റെ ചുണ്ടിൻ്റെ ഉള്ളിൽ ഓൾസാക്കിയിട്ട് അതൊരു പൈപ്പ് ഇട്ടിട്ട് ഓക്സിജൻ പോലെ ഇങ്ങനെ ദിവസം അത് 12 മണിക്കൂർ അത് ഇട്ട് കിടക്കും. അത് ഇട്ട് കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് പോലത്തെ ഒരു വെള്ളം ചലം കെട്ടി നിൽക്കുന്നുണ്ടായി. അതെല്ലാം എടുത്ത് ആ മുഴേനെ ഡ്രൈ ആക്കി എടുത്ത് പുറത്തേക്ക് എടുത്ത് ഇപ്പം അത് കുറഞ്ഞ് വന്നിട്ടുണ്ട്. അവിടെ എല്ലുകൾ വളർന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ, ദൈവമേ നീ എൻ്റെ ഉദരത്തിൽ തടുമ്പോൾ നീ അവനെ എങ്ങനെയാണ് മെടഞ്ഞ് എൻ്റെ കയ്യിൽ തന്ന ഒരു കുഞ്ഞിനെ, അതുപോലെ നീ എവിടെ കുറവുണ്ടെങ്കിലും നീ അവിടെ ഉണ്ടാക്കാൻ മതിയായവനാണ്, നിൻ്റെ കരങ്ങൾ തൊട്ടാൽ മതി എന്ന് പറഞ്ഞ്. ഇപ്പോൾ CTC സ്കാനിങ് എടുത്തപ്പോൾ അവിടുത്തെ എല്ലുകളെല്ലാം വളർന്ന് വന്ന് ഇനി കുറച്ചും കൂടിയേ ഇല്ലൂ എന്ന് പറഞ്ഞ്. ഇനി ഒരു 3 മാസത്തെ ട്രീറ്റ്മെൻറ്റും കൂടിയുണ്ട്. എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ ദൈവം അത് വേണ്ടുന്ന സമയത്ത് അത് എങ്ങനെ ഏൽപ്പിക്കണോ അത് ഏൽപ്പിച്ചു. ഓന് ട്രീറ്റ്മെൻറ്റ് അവരാണ് ചെയ്യുന്നതെല്ലാം. ആ സിസ്റ്റർ എല്ലാ കാര്യവും അവൻ്റെ ആ ചർച്ചയിൽ അവർ ചെയ്യുന്നുണ്ട്. ദൈവം ഓൻ്റെ ഡിഗ്രി കഴിഞ്ഞു. ഇനി ഓനിക്ക് 2 അഭിപ്രായത്തിൽ നിൽക്കുന്ന
ജോലിക്ക് പോകണമെന്നും വിചാരിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും എന്നോട് പറയുന്ന മോൻ്റെ ഡിഗ്രി കഴിഞ്ഞല്ലോ, ഓന് ജോലിക്ക് പോകുമല്ലോ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ഇപ്പം പഠിച്ചിറങ്ങിയ പാടൊരു ജോലി കിട്ടാൻ എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. പെട്ടെന്നൊരു ജോലി ആവില്ല ഓൻ പഠിച്ചതിൻ്റെ കണക്കായിട്ട്. ഓനിപ്പോൾ രണ്ട് മനസ്സിലാണ് നിൽക്കുന്നത്. ഓന് ബൈബിൾ കോളേജിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ ബുദ്ധിമുട്ടും നമ്മളെ കഷ്ടപ്പാട് ഇത് നോക്കിയിട്ട് ഓൻ പറയുന്നത് ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകാമെന്നും പറയുന്നത്. ബൈബിൾ ക്ലാസ് പഠിക്കണമെന്ന് ഓന് ഒരു കൊല്ലം മുമ്പേ ഓന് മനസ്സുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞാൽ എനിക്ക് ബൈബിൾ കോളേജിൽ പോയിട്ട് കുറച്ച് പഠിക്കണം. ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്തോ ആരോടെങ്കിലും ഒരു ദൈവത്തിൻ്റെ പറ്റി പറയണമെങ്കിൽ ഞാൻ ഖുർആൻ പഠിച്ചിന്. അപ്പോൾ അതും ഇതും കൂടി എനിക്ക് പറഞ്ഞ്, മുസ്ലിംസ് എത്രയോ ജനങ്ങളുണ്ട് ദൈവത്തിന് അറിയാത്തവർ. അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ സത്യം എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് കുറച്ച് ബൈബിൾ കോളേജിൽ പോയിട്ട് പഠിക്കണം നല്ല ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. രണ്ടിലിപ്പം നിൽക്കുന്ന ഞാനിങ്ങനെ ഇങ്ങനത്തെ അവസ്ഥയിലിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും ഒന്നില്ല, ജീവിത പ്രശ്നത്തിൽ ആലോചിക്കുന്നത്. ബൈബിൾ കോളേജിൽ പഠിക്കണം എന്നില്ല ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യ്, ദൈവത്തിലേക്ക് സമർപ്പിക്കുക. നമുക്ക് ദൈവം എന്താന്ന് വഴി തുറക്കുന്നേ ആ വഴിയിലേക്ക് നീങ്ങിയാൽ മതി. ദൈവം എന്താന്ന് പറയുന്നേ ആ വഴിയിലേക്ക് നീങ്ങാം. ദൈവം നിന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കണമെന്നില്ലേ, നിന്റെ ദൈവം അവിടെ നിന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നീ പോവും. ഇല്ലേ ജോലി കിട്ടണ ആ ജോലിയിലേക്ക് പോവും. ഇത് രണ്ടും ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നേ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനും അതന്നെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇരിക്കാനൊരു വീടില്ല. ആരല്ലോ സഹായിച്ച് ഒരു ലീസിന് ഒരു വീടെടുത്തിട്ട് താമസിക്കുന്നുണ്ട്. മാസം മാസം വാടക കൊടുക്കാനും കഴിയൂല. അപ്പം ലീസിനൊരു വീട് ദൈവമക്കളെ സഹായത്താലെ എല്ലാവരും സഹായിച്ച് ഒരു ചെറിയൊരു വീട് എടുത്ത് തന്നിട്ട് അതിലാണ് താമസിക്കുന്നത്. എന്നെ മകനെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിന് അറിയാത്തതൊന്നുമില്ല. നടത്തുന്ന വിധങ്ങളും ഇരുത്തുന്ന വിധങ്ങളും ഓരോ ദിവസം ഉണരുന്നതും ഉറക്കം തരുന്നതും എൻ്റെ കർത്താവിനെ ആ കർത്താവ് നടത്തുന്ന ഓരോ ദിവസങ്ങളാണ്. അതെല്ലാം ഒരു ദിവസം സൂര്യൻ ഉദിക്കുന്നത് കാണുവാൻ, ദൈവം പ്രഭാതം ഉദിക്കുന്നത് കാണുവാൻ നമുക്ക് ആയുസ്സിന് നേട്ടം തരുന്നതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. ദൈവത്തിന് സാധ്യമില്ലാത്തതൊന്നുമില്ല. ദൈവത്തിന് എൻ്റെ കർത്താവിനെ പറ്റി എനിക്ക് പറയുന്ന സമയത്ത് 1000 നാക്കുകളാണ്. എൻ്റെ കർത്താവിൻ്റെ ആ സ്നേഹം, ദൈവം കൊണ്ടു നടന്ന് എന്നെ നടത്തിയ വിധങ്ങളും, എന്നെ കൈപിടിച്ച് നടത്തിയതും, എൻ്റെ മകനെ നടത്തിയതും, എന്നെ പോറ്റി വളർത്തുന്ന ദൈവത്തിന് എത്രത്തോളം നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓരോ ദിവസങ്ങളും സമയം കിട്ടുമ്പോൾ, നല്ല സമയത്തിന് എനിക്കൊന്നുമില്ല, ഞാൻ സൂം മീറ്റിങ്ങിൽ കയറും, ബൈബിള് വായിക്കും. ഇതല്ലാണ്ട് എനിക്കില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കും. പല ആൾക്കാരും എന്നെ വിളിച്ച് പറയും പ്രാർത്ഥിക്കണമെന്നുള്ളത്. ഓരോ ആവശ്യങ്ങളും പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോന്നിനും വേണ്ടിയിട്ടും പല ആൾക്കാർക്കും പല ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പല ആൾക്കാർക്കും പല കാര്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. അത് ഞാൻ പറയും. ഞാൻ പ്രാർത്ഥിച്ചതിനെ കൊണ്ടല്ല, ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മാത്രമേ ഉള്ളൂ. കർത്താവാണ് അത്ഭുതം ചെയ്യുന്നത്, പിതാവാണ് അത്ഭുതം ചെയ്യുന്നത്, പുത്രനാണ് അത്ഭുതം ചെയ്യുന്നത്, പരിശുദ്ധാത്മാവാണ് അത്ഭുതം ചെയ്യുന്നത്. ഞാനൊന്നുമല്ല. നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുക, ഇനി കൂടുതൽ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുക എന്ന് പറയുക. ഞാൻ ഇത് മാത്രമേ അവരോട് പറയുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കാം, എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയും ഞാൻ. ചില ആൾക്കാർ പ്രത്യേകിച്ച് പറയും പ്രാർത്ഥിക്കണമെന്നുള്ളത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ പറയും കാര്യങ്ങൾ ശരിയായിട്ടുണ്ട്, നമുക്ക് നിറവേറ്റി. പക്ഷെ അത് നിങ്ങൾ അങ്ങനെ പറയണ്ട, അത് ദൈവത്തിൻ്റെ ഹിതാണ്, ദൈവമാണ് അത് ചെയ്തത് എന്ന് പറയണം. എൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല ഞാൻ പ്രാർത്ഥിക്കാൻ നിങ്ങളും പ്രാർത്ഥിക്കേ, എനിക്കും വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുമെന്ന് മാത്രമേ പറയുള്ളൂ. പിന്നെ അല്ലാത്ത ദൈവത്തിന് അറിയാത്തവരുണ്ട്. ദൈവത്തിന് അറിയാത്തവരോടൊക്കും ഞാൻ പറയും, ഞാൻ അറിഞ്ഞ ദൈവത്തിന് നിങ്ങൾ അറിയണം, ഞാൻ രുചിച്ചറിഞ്ഞ ദൈവത്തിന് നിങ്ങൾ അറിയണം. ഞാൻ ബഹ്റിനിലുണ്ടാകുമ്പോൾ ഒരുപാട് ആൾക്കാരെ ദൈവത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഞാൻ. പിന്നെ നാട്ടിൽ വന്നിട്ടും ഞാൻ ഫോൺ വിളിച്ചിട്ടും പല ആൾക്കാർക്കും ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദൈവത്തിന് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ വചനങ്ങൾ ഇട്ട് കൊടുക്കും. എൻ്റെ വാട്സപ്പിൽ കുറേ ആൾക്കാർ ദൈവത്തിന് അറിയാത്തവരുണ്ട്. അവർക്കെല്ലാം ഞാൻ വചനങ്ങൾ ഇട്ട് കൊടുക്കും. അവർ പറയും ഇന്നത്തെ വചനം കേട്ട് ഞങ്ങൾക്ക് ജോലിക്ക് പോയെടുത്ത് എത്രയോ ഒരു വലിയൊരു അനുഗ്രഹം കിട്ടിയെന്ന് പറയും. ഞാൻ പറയും നമ്മളെ ജീവനുള്ള ദൈവമാണ്, നിങ്ങളും ആ ദൈവത്തിനെ രുചിച്ചറിയണം, നിങ്ങൾ ദൈവത്തിനെ കാണണം എന്ന് ഞാൻ പറയും. ദൈവം ഓരോ കാര്യങ്ങളും ഓരോ ദിവസം നടത്തുന്നത് ഞാൻ പ്രഭാതത്തിലും ഉറക്കത്തിലും ഊണിലും ഉറക്കത്തിലും ദൈവത്തിനോട് ഞാൻ പറയുന്ന കർത്താവേ, ഇന്ന് ഉടുക്കാൻ തരുന്നതും
ഇന്ന് എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തരുന്നതും എൻ്റെ ദൈവമാണ്. ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മക്കൾക്ക് തരണമെങ്കിൽ തോന്നണമെങ്കിൽ ദൈവം അവിടെ നിന്ന് ആലോചന കൊടുക്കണം, അല്ലാണ്ട് ഒന്നും തരൂല. ഒരു ദിവസം നടത്തുന്ന വിധങ്ങൾ ഓർത്ത് എൻ്റെ കർത്താവിൻ്റെ കാൽപാദത്തിൽ ഞാൻ മുട്ടുകുത്തിയിരുന്ന് എൻ്റെ കർത്താവിൻ്റെ ആണിപ്പാടിലെ കാലെൻ്റെ മാറോടും നെഞ്ഞോടും ചേർത്ത് പിടിച്ച് ഞാൻ കരയല്ല. കർത്താവേ, ഇന്ന് നീ നടത്തിയ വിധങ്ങൾ ഓർത്ത് ഞാൻ നന്ദി പറയുന്നപ്പാ, നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളെ കൊണ്ട് ഓരോ ദൈവമക്കൾ നടത്തുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദിവസം ഞാൻ ഒരു നേരം പോയിട്ട് ഭക്ഷണം ഞാൻ വിടും, ഭക്ഷണം ഞാൻ വിട്ടുകളയും. എന്നാലും ഞാൻ പ്രാർത്ഥന ഞാൻ മുടക്കൂല. എൻ്റെ ഈ ജീവൻ്റെ തുടിപ്പ് എൻ്റെ കർത്താവിൻ്റെ തുടിപ്പ്. എൻ്റെ കർത്താവിന് വേണ്ടി നന്ദി അർപ്പിക്കാനും എൻ്റെ കർത്താവിന് വേണ്ടി സ്തുതിക്കുവാനും ഇല്ല ജീവനാണ്. അതുപോലെ ഈ കൂടി വന്ന ഞാൻ ഈ ഇന്നത്തെ ഈ ഇരുത്തം എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ ഇരിക്കുന്നതാണ്. അല്ലാണ്ട് ദൈവം തന്ന ബലവും ശക്തിയും ആയുസ്സിന് നോട്ടുമാണ്. എത്ര പറയണോ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ കർത്താവ് ചെയ്യുന്ന ഓരോ നന്മകൾക്കും എത്രത്തോളം നന്ദി പറയണമെന്നില്ല എനിക്കറിയില്ല. എൻ്റെ കർത്താവിൻ്റെ ഓരോ വചനങ്ങളുണ്ടല്ലോ, ആ വചനം രുചിച്ചറിയണം. ആ വചനം നമ്മളെ ഹൃദയത്തിൽ മാറോട് ചേർത്ത് പിടിക്കണം. ആ വചനം ജീവനുള്ള വചനമാണ്, രോഗത്തിന് ശാന്തി കിട്ടുന്ന വചനമാണ്. വചനം എല്ലാത്തിനും ബലമാണ്. ഞാൻ ഒരു ദിവസം എത്രത്തോളം വചനം എനിക്ക് അത്ര കൂടുതൽ ഒന്നായിട്ട് അങ്ങ് വായിച്ച് പറയുവാനൊന്നും അറിയില്ല. ഞാൻ മെല്ലെ വായിക്കും. എനിക്ക് ദൈവം തന്ന അറിവാണത്. ആ അറിവ് ഞാൻ വായിക്കും. തോന്നുമ്പോൾ എടുത്ത് ഞാൻ വചനങ്ങൾ വായിക്കും. സങ്കടം വരുമ്പോൾ എല്ലാം എടുത്ത് വചനങ്ങൾ വായിക്കും. വേദന വരുമ്പോൾ എല്ലാം ഞാൻ വചനം വായിക്കും. ഇപ്പൊ ഒരു വഴിക്ക് ഇറങ്ങിപ്പോണം, അപ്പം ഞാൻ വചനം എടുത്ത് വായിക്കും. ആ വചനത്തിൽ എന്താ കിട്ടുന്നത് അതുപോലെ ഉണ്ടാകും. ദൈവത്തിനോട് ചോദിക്കാണ്ട് ഞാൻ ഒന്നിലേക്ക് ഇറങ്ങില്ല. കർത്താവിനോട് പറയും, ഞാൻ ഇന്ന് ചെയ്യട്ടെ, ഇന്ന് പോകട്ടെ എന്ന് ചോദിക്കും. ഇല്ല, നാളെ എനിക്ക് എൻ്റെ വീട്ടിൽ അരി ഉണ്ടാവൂല. ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ ഞാൻ 3 മണിക്ക് എണീച്ചിട്ട് രാത്രി ഇരുന്ന് കരയും, കർത്താവേ നാളത്തെ ഭക്ഷണം നിൻ്റെ കയ്യിലാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ നേരത്തോട് നേരം കൂടൂല. എനിക്ക് ഏതെങ്കിലും ഒരു വഴിന്ന് ദൈവം എത്തിച്ചു തന്നിട്ടുണ്ടാവും. അതിന് തക്ക സമയമായിട്ട് എത്തിച്ചു തരും. ഞാൻ ഓരോ ദിവസങ്ങളും മുട്ടുകുത്തി കരയുന്നത് എൻ്റെ ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം എനിക്ക് ദൈവം തന്നിട്ടേ ഉണ്ട്. കാത്തിരിക്കണ്ട, ദൈവം തരും. നമ്മളെ ഹൃദയം അറിയുന്നവനാണ്. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക, ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കുക. മറ്റില്ല ആരെ മുമ്പിലുമല്ല നമ്മൾ തുറക്കേണ്ടത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ. ദൈവത്തിൻ്റെ ആ കൃപയാൽ നമ്മളെ മൂടണം. കൃപയാ, ദൈവത്തിൻ്റെ ഉയരത്തിലുള്ള കൃപയിലേക്ക് എന്നും പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ഉയരത്തിലുള്ള കൃപ മതി, ഈ ഭൂമിയിലുള്ള കൃപയല്ല. ദൈവത്തിൻ്റെ ഉയരത്തിലുള്ള കൃപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചോദിക്കുന്നത് അത് ദൈവം തരും. എനിക്കത് അനുഭവമാണ്. എന്നെ നടത്തുന്ന, എന്നെ ഇരുത്തുന്നതും. ഈ ബാംഗ്ലൂർ ഇവിടെ വന്ന് ഞാൻ ഒരു ലീസിന് ഒരു വീട് എടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. എൻ്റെ മോനെ ഞാൻ പഠിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. ഒന്നുമില്ല. അതെല്ലാം ദൈവത്തിലേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചതാ. ദൈവത്തിലേക്ക് സമർപ്പിച്ച് ഇതേ ബാംഗ്ലൂർ വന്നിട്ട് ഞാൻ എൻ്റെ മോനെ ഓഫനേജിൽ ആ വർഷം എനിക്ക് വീടെടുക്കാനായിട്ടില്ല. ഓഫനേജ് ഇതിൽ കൊണ്ടാക്കി, ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടാക്കി വരുമ്പോൾ ഒരു സഹോദരൻ്റെ വീട്ടിൽ ബന്ധുക്കോസ് സഹോദരിയാണ്, 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന സഹോദരിയാണ്. ആ വീട്ടിൽ ഞാൻ പോയിട്ട് ഞാനോട് കടക്കാൻ ബെഡില്ല, എന്ത് ചെയ്യും ചോദിച്ച്. ഒരു റൂമേലും അതിൽ അമ്മയും മോളും കിടക്കുന്ന ഒരു റൂമിൽ കടക്കാൻ സൗകര്യമില്ല. എന്നെ വിളിച്ച് വരുത്തി. ഞാൻ പറഞ്ഞു, എനിക്ക് സുഖമില്ല, ഞാൻ പോകണോ എനിക്ക് എന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഇല്ല, നീ വന്ന് 2 ദിവസം നിന്നിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് വരുത്തി. ആ വിളിച്ച് വരുത്തിയിട്ട് ആ സഹോദരി എനിക്ക് കടക്കാൻ പായില്ല, കടക്കാനൊന്നുമില്ല, എന്ത് ചെയ്യും ചോദിച്ചു. ഞാനൊക്കെപ്പം വിധവ പെൻഷൻ കിട്ടിയേ 1300 റുപ്യ വന്നിട്ടുണ്ടായി എൻ്റെ അക്കൗണ്ടിൽ. 1300 റുപ്യ വിധവ പെൻഷൻ. ഇപ്പം അതില്ല. തുടക്കത്തിൽ ഒരു 2-3 മാസം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതില്ലാണ്ടായിപ്പോയി. ആ കിട്ടിയ പൈസ ഞാൻ എന്താക്കി, ഒരു ബെഡ് മേടിച്ചിട്ട് ഞാൻ ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ അത് പറഞ്ഞ്, നീ ഇവിടെ നിൽക്ക് കുറച്ച് ദിവസം ഞങ്ങളെ കൂടെ എന്ന് പറഞ്ഞു. ബെഡ് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോന് ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിട്ടിട്ടുണ്ടായി. ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിട്ടപ്പോൾ എനിക്ക് ഒന്നും മേടിച്ചിട്ടില്ല. എടുക്കാൻ ഷർട്ടില്ല, ഒരു 1-2 പാൻറ്റും പഴയ 2 ഷർട്ടുകളുണ്ട്. എനിക്ക് കോളേജിൽ പോകണ്ടല്ലേ. അപ്പം ഞാൻ എന്താക്കി, ഓനിക്കൊരു ഷർട്ട് മേടിച്ച്, ഓനിക്ക് ഇച്ചിരി ഒരു വെള്ളം കാച്ചാൻ ഒരു കെറ്റിലും, ഓനിക്ക് എന്തോ 1-2 സാധനങ്ങൾ മേടിച്ചപ്പോൾ ഈ പുള്ളിക്കാരത്തേക്ക് അങ്ങ് കലി തുള്ളാൻ തുടത്തി.
നീ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് നീ എനിക്ക് എവിടുന്ന് ഈ പൈസ വന്ന്? ഞാൻ പറഞ്ഞ് ആരോ സഹായിച്ച പൈസയാണ്, അത് കിട്ടിയതുകൊണ്ട് അത് മേടിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഈ പുള്ളിക്കാരത്തിക്ക് ദൈവവിശ്വാസിയാണ്, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന കാണാ, പ്രാർത്ഥിക്കുന്ന കാണാ. എന്നിട്ട് ഈ പുള്ളിക്കാരത്തി എന്നെ വല്ലാണ്ട് ഷൗട്ട് ചെയ്ത് വല്ലാണ്ട് ചീത്ത പറഞ്ഞ്. ഞാൻ അതിനൊന്നും വേണ്ടിയിട്ടില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ ഈ കടക്കെല്ലാം മേടിച്ച് അന്ന് രാത്രി 2 രാത്രി കിടക്കണ്ട വന്ന്. ഞാൻ കടന്നു കഴിഞ്ഞിട്ട് പിറ്റേന്ന് പറഞ്ഞേ നീ പോട്, ഇവിടെ നിൽക്കണ്ട, എൻ്റെ മോളെ ഫ്രണ്ടുകളെല്ലാം വരാനുണ്ട് എന്ന് പറഞ്ഞ്. ഞാൻ കടക്കാട മേടിച്ചിട്ട് കൊടുത്ത് ഞാൻ സങ്കടത്തോട് ഇറങ്ങി. കർത്താവേ, ഈ ഈ ഈ മനുഷ്യത്തി ഭജനം എടുത്ത് വായിച്ചിട്ട് ദൈവത്തിന് അറിഞ്ഞ തന്നെയാണോ ഇത്? എൻ്റെ മനസ്സുകൊണ്ട് വേദനിച്ച് ഞാൻ വല്ലാണ്ട് അന്ന് വേദനിച്ചു പോയി. ഞാൻ എന്നെ 7 മണി സമയത്ത് ഈ ബാംഗ്ലൂരിൽ നിന്ന് അവർ പറഞ്ഞ് എൻ്റെ മോളെ ഫ്രണ്ട്സുകൾ വരുന്നുണ്ട്, നീ ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് ഞാൻ ആരോ വിളിച്ച് പറഞ്ഞ് എനിക്കൊരു ടിക്കറ്റ് എടുത്തു തരാൻ പറഞ്ഞ് ബസ്സിന്. ഞാൻ അന്ന് വയനാട്ടിലേക്ക് പോയി. അന്ന് ഒരു കത്തോലിക്കക്കാരെ വീട്ടിൽ പോയി. ഞാൻ ഇവിടുന്ന് ബസ് കയറി. ഞാൻ രാത്രിക്ക് 7 മണിക്ക് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് പോയി ബസ് കയറി ടിക്കറ്റ് എടുത്ത് തന്നെ ആ ടിക്കറ്റ് മുഖാന്തരം വയനാട്ടിൽ പോയി. ഞാൻ ആ കത്തോലിക്കക്കാരെ വീട്ടിൽ ഞാൻ അവിടെ പോയിരുന്നു. അവരന്ന് ലീസിന് വീടെടുത്തിട്ട് താമസിക്കുക അവരെ മോണയും കൊണ്ട്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച്, ദൈവമേ, നിന്നിച്ചവരെ മുമ്പ് നീ എന്നെ മാനിക്കടേ, എന്നെ ഇറക്കി വിട്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. എൻ്റെ മോനിക്ക് ഈ 3-4 സാധനം മേടിച്ചപ്പോൾ പെണ്ണുങ്ങൾക്ക് ആ പുള്ളിക്കാരത്തിക്ക് വല്ലാണ്ട് ഒരു എരിച്ചല് വന്നുപോയി. എന്തല്ലോ പറഞ്ഞു. ഞാൻ അതിന് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. ഞാൻ അതിന് ഒരു മറുപടിയും പറയാൻ പറ്റില്ല. ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടു നിന്ന് അങ്ങനെ ആ ദൈവം എന്നെ ഇന്ന് ഈ ബാംഗ്ലൂരിൽ തന്നെ, ഞാൻ എത്രയോ കൊല്ലത്തിന് എനിക്ക് പരിചയമുണ്ട്. ഒരു ലീസിന് ഞാൻ ഇവിടുന്ന് ഞാൻ ഗൾഫിലേക്ക് പോയത്. അപ്പം അതെല്ലാം നഷ്ടപ്പെട്ടു പോയ കാലം. പിന്നെയും രണ്ടാമത് ഞാൻ എൻ്റെ കർത്താവ് ദൈവമക്കളെ സഹായത്താലെ, എല്ലാവരുടെ സഹായത്താലെ ദൈവം എനിക്കൊരു ലീസിന് ഒരു വീടെടുപ്പിച്ച് തന്ന് ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ എൻ്റെ മോനെ പഠിപ്പിച്ചു. എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കഴിവാണ്. നിന്നിച്ചവരെ മുമ്പ് ദൈവം മാനിക്കും, ഉറപ്പായിട്ടും. അതിന് യാതൊരു സംശയമില്ല. ഈ വചനം മതി. ഇതാണ് ജീവനുള്ള വചനമാണ്. ഈ വചനത്തിലെ ഓരോരോ വാക്കുകളുണ്ടല്ലോ, അത് തറച്ച നടത്തുന്ന വാക്കുകളാണ്. ഈ വചനം മാറോട് ചേർത്ത് പിടിക്കുക, ആ വചനം ഉള്ളിൽ പതിപ്പിക്കുക. ഓരോ വാക്കുകൾ വചനത്തിലില്ല. ദൈവം പറഞ്ഞ യഹോവയാ സാധ്യമില്ലാത്തത് ഒന്നുമില്ല, എൻ്റെ കർത്താവിന് സാധ്യമില്ലാത്ത ഒന്നുമില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനേക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ണുനീർ തുടക്കുന്നവനാണ്, ഹൃദയത്തിൻ്റെ നൊമ്പരം അറിയുന്നവനാണ്. ഭംഗി നോക്കുന്നവനല്ല, പണവും പൈസയും നോക്കുന്നവനല്ല, അഴക് നോക്കുന്നവനല്ല. കർത്താവ് നോക്കുന്ന ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഈ ഹൃദയം തുറന്നു വെക്കുക, ഹൃദയത്തിൻ്റെ ഈ വാതിൽ തുറന്നു വെക്കുക. ഈ ജീവൻ്റെ തുടിപ്പാണിത്. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ തിരുഹൃദയമാണ് നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ ഇല്ലത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും കണ്ടെത്തി അറിയണം. കർത്താവ് ഒരിക്കലും എവിടെയും താഴ്ത്തി കളയില്ല. ദൈവത്തിന് അറിയണം. ദൈവത്തിന് അറിഞ്ഞാൽ പോരാ, അറിഞ്ഞ് ഞാൻ ദൈവത്തിനെ കണ്ടെത്തി ഞാൻ ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന ഇതല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ ഹൃദയം പൊളിച്ചു നോക്കിയാൽ ആ ദൈവത്തിൻ്റെ ഹൃദയം കടന്ന് പടക്കണം. ദൈവത്തിനെ ദാഹിക്കണം. ഹൃദയം ദാഹിക്കണം. ദൈവത്തിനെ കാണാനും ദൈവത്തിൻ്റെ സ്നേഹത്തിനും ദൈവത്തിൻ്റെ എല്ലാത്തിനും, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ തേജസ് കാണാൻ ഹൃദയം കൊതിക്കണം, ദാഹിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കാൻ കണ്ടെത്തുന്നുണ്ട്. എവിടെയാണ് ഒരു തുള്ളി വെള്ളം? അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമ്മൾ ഇറങ്ങണം, ദാഹിക്കണം. ഞാൻ ഈ സാക്ഷ്യം പറയുവാൻ ഞാനിത് വിചാരിച്ചതല്ല. ഈ നമ്മളെ ബ്രദറ് എന്നോട് വേറൊരു ബ്രദർ പറഞ്ഞ് ഇവർക്ക് നമ്പർ കൊടുത്ത് എന്നെ വിളിച്ചു, സംസാരിച്ചു. അതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവത്തിൻ്റെ ഹിതം ഇല്ലാത്ത ഒന്നും നടക്കൂല. നമ്മളാരും മുഖാമുഖം നേരിട്ട് കണ്ടിട്ടില്ല. കർത്താവ് നമ്മളെല്ലാവരെയും കാണുന്നുണ്ട്. നമ്മളെ രൂപവും ഭാവവും നടക്കുന്നതും എടുക്കുന്നതും എല്ലാം ദൈവം അവിടെ നിന്ന് കാണുന്നുണ്ട്. ഒരു വിരൽ ചൂണ്ടണമെങ്കിലേ ദൈവത്തിൻ്റെ നിശ്ചയില്ലാണ്ട് പറ്റൂല. ദൈവം മരിച്ച ലാസറിനെ 4-ാം നാൾ നാറ്റം വന്നാലും ഒരു വിളിയിലേക്ക് പുറത്തേക്ക് വന്നതാ. അതുപോലെ നമ്മൾ എത്ര നാറ്റം വന്നാലും നമ്മളെ ഹൃദയം ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാവണം.
എൻ്റെ ശരീരം അരിഞ്ഞാലും എൻ്റെ ഈ ജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ ദൈവത്തിനെ ആരാധിക്കൂ. ഞാൻ ദൈവത്തിനെ നിന്ദിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതെല്ലാം ഞാൻ ദൈവത്തിനോട് എന്ത് വേദന വന്നാലും എന്ത് കഷ്ടങ്ങൾ വന്നാലും കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. നീ എനിക്ക് സാധ്യമല്ലാത്തതൊന്നുമില്ല. എൻ്റെ കണ്ണുനീര് എൻ്റെ ദൈവത്തിൻ്റെ ആണിപ്പാടിലെ കാലിന് കഴുകല. ബദലേം കാര്യത്തി മറിയ പരിമളമുള്ള തൈലം പൂഴ്ത്തി ദൈവത്തിൻ്റെ കാല് ആ തൈലം കൊണ്ട് കഴുകി മുടി കൊണ്ട് തോർത്തി 1000 ചുംബനം വെച്ചപ്പോൾ ഞാൻ ദൈവത്തിനോട് പറയല്, കർത്താവേ എൻ്റെ കണ്ണുനീര് കൊണ്ട് നിന്റെ കാല് ഞാൻ കഴുകുന്നു. എൻ്റെ കണ്ണുനീര് നിന്റെ ആണിപ്പാടിലെ കാലിനെ കഴുകി ശുദ്ധിയാക്കി ഞാൻ 1000 ചുംബനം തരുന്നു. ഓരോ ദിവസം ഞാൻ എൻ്റെ മാറോട് ചേർത്തിട്ട് ഞാൻ പറയല. എൻ്റെ കർത്താവ് ഇതുവരെ ഇത്രത്തോളം നടത്തിയ കർത്താവിനെ ഇനിയും ആയുസ്സിന് നീട്ടും ആരോഗ്യം ബലവും ശക്തിയും തന്ന കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും തരാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നു. അതുപോലെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരോടും എനക്കും എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ചോദിക്കുന്നു. ഞാനും ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ എല്ലാ മക്കളും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിനെ അറിയണം, ദൈവത്തിലേക്ക് വരണം. എൻ്റെ ദൈവത്തിനെ അറിയാണ്ട് നഷ്ടപ്പെട്ടു പോകരുത് ഒരാത്മാവും. എല്ലാവരും ഉറുമ്പ് തൊട്ട് 1000 കോടി ജീവികളുണ്ട് കർത്താവ് നടത്തുന്ന. എല്ലാവരും ദൈവത്തിനെ അറിയണം എന്നില്ല പ്രാർത്ഥനയിലും രാവും പകലും എൻ്റെ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ബലവും ശക്തിയും ബുദ്ധിക്കും ഒരു മാറ്റം ഉണ്ടാകാനുള്ള ബോധവും ബുദ്ധിയും ജ്ഞാനവും ദൈവം തരണം. എന്നാലേ നമുക്ക് പ്രാർത്ഥിക്കാനാവും. അതാർക്കും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. സ്വയം നമ്മളെ ദൈവം തന്ന ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ദൈവത്തിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും എന്നും നമുക്ക് ബലവും ശക്തിയും ആയുസ്സിന് നീട്ടും ദൈവം അവിടുന്ന് തരട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ മൂടട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടത്തുവാൻ എല്ലാ വഴികളും തുറക്കട്ടെ. നമ്മൾ പോകുന്ന മുമ്പ് ദൈവം അവിടെ എത്തുന്നുണ്ട്. നമ്മൾ ആവശ്യങ്ങൾ അറിയുന്നുണ്ട്. ഒരു മുടിനാര് കൊഴിയുന്നതും ദൈവം അറിയുന്നുണ്ട്. ദൈവം വലിയവനാണ്, രാജാതിരാജനാണ്. ഈ ലോകത്തിൻ്റെ ആകാശത്തിൻ്റെയും ഭൂമിൻ്റെയും നെടുന്തൂണാണ് എൻ്റെ ദൈവം. ദൈവം എന്നെ കണ്ടു, എൻ്റെ മകനെ കണ്ടു, നമ്മളെല്ലാവരെയും ദൈവം കണ്ടു. ആ ദൈവം കണ്ടതിനെ കൊണ്ടാണ് ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ തിരിച്ചറിയുവാനായത്. എവിടെയോ ജനിച്ചു, എവിടെയോ വളർന്നു. ദൈവം എന്താണെന്നറിയില്ല, സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ നമ്മളെ ദൈവം തൊട്ടതിനെ കൊണ്ടാണ് ദൈവത്തിനെ അറിയുവാനായത്. ദൈവത്തിന് സാധ്യമില്ലാത്തത് ഒന്നുമില്ല. ദൈവത്തിൻ്റെ ആണിപ്പാടിലെ കരങ്ങൾ കൊണ്ട് ഒന്ന് തൊട്ടാൽ മതി, ഒന്ന് സ്പർശിച്ചാൽ മതി. ദൈവത്തിൻ്റെ തുണി ഒന്ന് തൊട്ടാൽ മതി. ആ തുണിത്തൊമ്പൊന്ന് ദൈവം ഇല്ലാണ്ട് ദൈവത്തിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ ദൈവം തരുന്ന വലിയ വൻകൃപകൾക്ക് നന്ദി പറയുന്നു. ഞാൻ നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. എന്നെ എൻ്റെ മോനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിനെ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, ദൈവത്തിനെ രുചിച്ചറിയുക. വചനം മരുന്നാണ്, വചനം ജീവനാണ്. വചനം വായിച്ച് ഉള്ളിൽ പതിയണം. വചനത്തിന് ജീവന്റെ വചനം എന്ന് പറഞ്ഞാൽ ജീവന്റെ വചനം തന്നെയാ അത്. അതിൽ യാതൊരു മാറ്റമില്ല. കർത്താവിൻ്റെ സന്നദ്ധിയിലെ എന്നെ മകനെയും സമർപ്പിച്ചുകൊണ്ട് ഈ കൂടി വന്ന ബ്രദറിനും കുടുംബത്തിനെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് ഇനിയും എല്ലാം വൻകാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് നമുക്കെല്ലാവർക്കും ആയുസ്സിന് നീട്ടും ആരോഗ്യം ബലവും തരട്ടെ എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ ഇന്നു ശക്തനല്ലയോ. വഴി തുറപ്പാൻ
ഞാൻ ഇന്നു ശക്തനല്ലയോ, അവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ, കൈവിടുകയില്ല ഞാൻ നിന്നെ. ഓ കണ്ണുനീരിന്റെ താഴ്വരയിൽ, കൈവിടുകയില്ല ഞാൻ നിന്നെ. ഓ കണ്ണുനീരിന്റെ താഴ്വരയിൽ, കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമാണ് എന്റെ ദൈവം, ഇസാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ഉസ്വാന്റിയുടെ ദൈവം അബ്രഹാമിന്റെ ദൈവം തന്നെയാണ്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാൻ പ്രിയ ആന്റിയെ കർത്താവ് ഇടയാക്കിയല്ലോ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവരെന്ന് നമ്മൾ തിരുവചനത്തിൽ കാണുന്നു. ആ ദൈവത്തെ രുചിച്ചറിയുവാൻ പ്രിയ ആന്റിക്ക് ദൈവം കൊടുത്ത എല്ലാ സാഹചര്യങ്ങൾക്കായി ദൈവത്തിന്റെ നന്ദി കരയേറ്റുന്നു. വളരെ ഹൃദയസ്പർശിയായ ഒരു സാക്ഷ്യമായിരുന്നു പ്രിയ ആന്റിയുടെ. ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഇതൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പ്രിയ ആന്റിയെ കുറിച്ചും മകനെ കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞല്ലോ. ഇത് കാണുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് പ്രിയ ആന്റിയെ എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആന്റിയെ ബന്ധപ്പെടുവാനും പ്രാർത്ഥിക്കുവാനും കൂട്ടായ്മ കാണിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഈ നസ്രേന്റെ വഴികൾ എന്ന പ്രോഗ്രാമിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ തന്നെ പങ്കെടുക്കാമെന്ന് പറയുകയും വിശേഷാൽ അത് വന്ന് പങ്കെടുക്കുകയും ചെയ്ത പ്രിയ ആന്റിയോട് നന്ദിയെ ഈ സമയത്ത് അറിയിക്കുകയാണ്. തുടർന്നും കർത്താവിന് വേണ്ടി ഈ നാടുകളിൽ അധികമായി ശോഭിക്കുവാൻ അനേക പാവം പച്ചവെള്ളം പോലെ പെരുകുന്ന ഈ കാലത്ത് സത്യദൈവത്തിന് വേണ്ടി അറിഞ്ഞ് സത്യദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ പ്രിയ ആന്റിയെ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രേക്ഷകരുടെയും പേരുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്ന് ഈ സെക്ഷന് വേണ്ടിയും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയും നമ്മുടെ എന്റെയും മിനിസ്ട്രിക്ക് വേണ്ടിയും ആന്റി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിക്കുന്നത്. കർത്താവെ, വലിയവനായ തമ്പുരാനെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് ഈ സാക്ഷ്യം പറയുവാൻ എനിക്ക് ഒരുക്കി തന്ന ഈ ചാനൽ മുഖാന്തരം ഒരുക്കി തന്ന ബ്രദറിനെയും കുടുംബത്തിനെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത് കേട്ടവരും കാണുന്നവരും എല്ലാവരും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. എല്ലാവർക്കും വലിയ കൃപകൾ ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ മൂടട്ടെ. കർത്താവ് എല്ലാത്തിനും മതിയായവനാണ്, ജീവനുള്ള ദൈവമാണ്. രുചിച്ചറിയുക. കർത്താവിന് സാധ്യമല്ലാത്തതൊന്നുമില്ല. എൻ്റെ ദൈവം എൻ്റെ ദൈവം എൻ്റെ ദൈവം എൻ്റെ ദൈവം കർത്താവാണ്. എൻ്റെ യഹോവയാ എൻ്റെ ദൈവം എൻ്റെ ദൈവമാണ്. യഹോവക്ക് സാധ്യമില്ലാത്തതൊന്നുമില്ല. എൻ മനമേ യഹോവയെ വാഴ്ത്തുവീ, എൻ മനമേ യഹോവയെ വാഴ്ത്തുവീ. എൻ്റെ ദേഹവും ദേഹിയും അറിയുന്ന എൻ്റെ കർത്താവിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ കൂട്ടായ്മയെ ഇനിയും കൂടുതൽ കർത്താവെ സാക്ഷ്യം പറയുവാനും ഈ കൂട്ടായ്മയിലേക്ക് ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ എന്ന് ഞാൻ ഏൽപ്പിക്കുന്നു. ഒരു രാവും പുലരാതായിട്ടില്ല, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലകൾ എൻ്റെ കർത്താവ് ചെറുതോണിയിലുണ്ട് അരികത്ത്. എൻ്റെ കർത്താവിന് സാധ്യമല്ലാത്തതൊന്നുമില്ല. കർത്താവെ, നിൻ്റെ കൃപയാൽ ഈ കൂടി വന്ന ഞങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ തിരുക്കരങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഏൽപ്പിക്കുന്നു. കർത്താവെ, നീ അനുഗ്രഹിക്കണേ. നീ കൈവിടരുതേ, നീ കൈവിടരുതേ. നീ ഒരിക്കലും ഞങ്ങളെ കൈവിട്ടില്ല, ഇനി വിടുകയില്ല എന്ന് പൂർണ്ണ വിശ്വസിക്കുന്നു. ഇതുവരെയും നീ നടത്തി ജയോത്സവമായിട്ട് ഇനിയും ജയോത്സവമായിട്ട് ഞങ്ങളെ നടത്തും എന്ന് പൂർണ്ണ വിശ്വസിക്കുന്നു. ഞങ്ങളെ തലമുറകളെല്ലാം ദൈവത്തിന് അറിയുവാനാകണം. ഒരു മക്കളും വഴിതെറ്റിപ്പോരുത്, ഒരാളും വഴിതെറ്റിപ്പോരുത്. വചനം എടുത്ത് നടക്കുന്ന ആ വചനം തീക്കനലായിട്ട് കർത്താവിൻ്റെ കൃപയിൽ മൂടണേ. ഞങ്ങളെ വചനത്താൽ യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവെ, നിൻ്റെ വിലയേറിയ നാമത്താൽ സമർപ്പിക്കുന്നു. നാഥ, നിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ മൂടിപ്പൊതിയണേ. നിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണേ. കർത്താവെ, നിൻ്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ ശിരസ് മുതൽ പിടിച്ച് കാൽപാദം വരെ എല്ലാവരെയും അഭിഷേകം ചെയ്യണം. കർത്താവെ, കേൾക്കുന്നവരെയും കാണുന്നവരെയും എല്ലാവരെയും കർത്താവിൻ്റെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നാഥ, കർത്താവെ, എല്ലാ കാര്യത്തിലും കർത്താവിൻ്റെ സാന്നിധ്യം കൃപയും പകരണേ. പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാ സ്ഥലത്തും കർത്താവിൻ്റെ കൃപയാൽ മൂടണേ. പോക്കിലും വരവിലും എല്ലാ സ്ഥലത്തും കർത്താവിൻ്റെ ദൂതന്മാരെ കാവലുണ്ടാവണേ. കർത്താവ് പച്ച രോഗികളായി കിടക്കുന്നവരുണ്ടാവും. അവർക്കെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയും കൃപയിൽ കൂടിയും കർത്താവെ, നിൻ്റെ പരിമളമുള്ള തൈലത്താൽ തൊട്ട് ആണിപ്പാടിൻ്റെ കരങ്ങൾ കൊണ്ട് തൊട്ട് സൗഖ്യമാക്കണം. നാഥ, ഞങ്ങൾക്കതല്ലാണ്ട് മറ്റൊന്നുമില്ല. നാഥ, പ്രാർത്ഥിക്കുക.
പ്രാർത്ഥനയിൽ കർത്താവെ നിൻ്റെ അത്ഭുതങ്ങൾ നീ അവിടുന്ന് ചെയ്യണേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാത്രമേ ഉള്ളൂ. നീ തന്ന ജീവനുള്ളിൽ, നീ തന്ന ബുദ്ധിയിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അത്ഭുതം മറക്കണേ. ചെങ്കടലുണ്ടാക്കിയ പോലെ കർത്താവേ നീ എല്ലാ വഴികളും തുറക്കണേ. അത്ഭുതത്തിൻ്റെ നാഥ, പ്രാണപ്രിയ, ചങ്കിലെ ചോര കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തവനാണ് കർത്താവേ. നിൻ്റെ ഓരോ തുള്ളി രക്തവും ഞങ്ങളെ പാവങ്ങളെ കഴുകി ശുദ്ധിയാക്കിയതാണ്. അപ്പോൾ നിൻ്റെ കരങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഏൽപ്പിക്കുന്ന നാഥ, നീ കാത്തുകൊള്ളണേ, നീ കാത്തുകൊള്ളണേ. എല്ലാ മേഖലയിലും എല്ലാവരും നീ കാത്തുകൊള്ളണപ്പാ. നിന്നോട് താഴ്മയോടുകൂടി കർത്താവിൻ്റെ കാൽപാദത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഇന്നത്തെ ഈ മീറ്റിങ്ങിലേക്ക് എന്നെ എൻ്റെ മകനിക്കും വേണ്ടി എല്ലാവരും വീണ്ടും പ്രാർത്ഥിക്കാൻ ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം കൃപയും കൂടെ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ, 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 ആമീൻ. അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി നമുക്ക് കടന്നു വരാം. അതുവരെ അത്യുന്നതിന്റെ ചെറുകടിയിൽ നമ്മളെ എല്ലാവരെയും ദൈവം മറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിശേഷം ഒരിക്കൽ കൂടെ പ്രിയ ആന്റിയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെക്ഷൻ അവസാനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.